ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവും മത്സരിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ്, രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രമുള്ളതാണ് എന്ന് മാത്രമല്ല, അത് കോൺഗ്രസിനകത്ത് മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ കൂടി ഭാഗമാണ്. യാതൊരു കഴമ്പും രണ്ടുപേരും ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിലും ആരോപണങ്ങളിലുമില്ല. സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലിൽ നിയമാനുസൃതമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചത്. ഇത് രാജഭരണമല്ല, ഇഷ്ടമുള്ള കമ്പനിക്ക് മാത്രം ഇത് കൊടുക്കാൻ. ഇത് രാജഭരണമല്ല, ഇത് ജനാധിപത്യ ഭരണമാണ്, നടപടിക്രമങ്ങളുള്ള നാടാണ്. അത് മന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും. എന്നും എക്സൈസ് വകുപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കറവപ്പശുവാണ്. ഇപ്പോഴും അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ്. എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല? ഒയാസിസിനെ ആര് തെരഞ്ഞെടുത്തു? മാനദണ്ഡം എന്താണ്? ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും ഒരിടത്തും ഉണ്ടായിട്ടില്ല. UDF ഇപ്പോൾ ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ബ്രൂവറിയോ അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ നിയമാനുസൃതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടേ ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയുള്ളൂ. നിയമവിരുദ്ധമായ ഒരു നടപടിയും ഗവൺമെന്റ് ഇത്തരം പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്നില്ല. നമസ്കാരം. 2022 വരെ സംസ്ഥാനത്ത് മദ്യനിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക സർക്കാർ നയമായിരുന്നില്ല. 2022-23 വർഷത്തെ എക്സൈസ് നയപ്രകാരം വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് ലഭ്യമായ കാർഷികോൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാം എന്ന വ്യവസ്ഥ വന്നു. ഒയാസിസ് കമ്പനി 2023 മദ്യനിർമ്മാണത്തിന് വേണ്ടി അപേക്ഷ നൽകുന്നു. തൊട്ടടുത്ത വർഷത്തെ മദ്യനയത്തിൽ മാറ്റം വരുന്നു. ഇതാണ് ഇപ്പോഴുയരുന്ന വിവാദത്തിൻ്റെ കാമ്പ്. എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എക്സൈസ് LDFന്റെ കറവ് പശുവാണെന്ന് ആരോപിക്കുന്നു ചെന്നിത്തല. ഇവരുന്നയിക്കുന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ, അതോ ഗ്ലാസിലെ നുര മാത്രമാണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് ഡോക്ടർ VPP മുസ്തഫ, കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ, ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി നവീൻ ജി നാദമണി എന്നിവർ. ആദ്യം VPP മുസ്തഫയിലേക്ക്. VPP മുസ്തഫ, മന്ത്രി MP രാജേഷ് വിശദീകരിക്കുന്നത് നിയമപ്രകാരമല്ലാതെ സർക്കാർ ഒന്നും ചെയ്യില്ല എന്നാണ്. നമുക്കറിയാം, മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാം നിയമം വഴി മാത്രമല്ല, സർക്കാരിൻ്റെ മദ്യനയം വഴി കൂടിയാണ് നടപ്പാവുന്നത്. ഈ മദ്യനയത്തിൽ മാറ്റം വരുന്നു. 2024 മദ്യനിർമ്മാണത്തിന് ആവശ്യമായ ആൽക്കഹോൾ കേരളത്തിൽ നിർമ്മിക്കാം എന്ന ഒരു പുതിയ വ്യവസ്ഥ പുതിയ മദ്യനയത്തിൽ വരുന്നു. ഈ മദ്യനയം രൂപീകരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വർഷമാണ് ഒയാസിസ് കമ്പനി അപേക്ഷ നൽകുന്നത്. അതായത് ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മദ്യനയം മാറ്റി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. സമാനമായ ഒരു ആരോപണമാണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ സർക്കാർ നേരിട്ടത്. അത് ചെന്ന് കലാശിച്ചത് കെജ്രിവാളിൻ്റെ ജയിൽവാസത്തിലാണ്. ഗുരുതരമല്ലേ ഈ ആരോപണം? ശ്രീ രമേശ് ചെന്നിത്തലയും VD സതീശനുമൊക്കെ നല്ല പഠിപ്പുള്ള ആളുകളാണ്. അവർ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുമാകണം എന്നതാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. ഇവർ ചോദിക്കുന്നത് എന്തേ ടെൻഡർ വിളിച്ചില്ല, എന്തേ നടപടിക്രമങ്ങൾ പാലിച്ചില്ല, വലിയ എന്തോ നുര പൊന്തുകയാണ് എന്നുള്ള മട്ടിലാണ്. ഇന്നലെ ഇറങ്ങിയ ആ സർക്കാർ ഉത്തരവുണ്ട്. ആ ഉത്തരവൊന്ന് സൂക്ഷ്മമായി വായിച്ചാൽ തന്നെ ഇങ്ങനെ യാതൊരു ആരോപണത്തിനും ഒരു അടിസ്ഥാനവുമില്ല. ഒന്നെന്താ, ഇപ്പൊ നമ്മൾ നൽകിയിട്ടുള്ളത് അജിൻസെ എന്തനുമതിയാണ്? പ്രാരംഭ അനുമതിയാണ്. കമ്പനി തുടങ്ങാനുള്ള അനുമതി ആയിട്ടില്ല. ഒരു അപേക്ഷ സർക്കാരിന്റെ മുമ്പാകെ വന്നു. ആ അപേക്ഷയിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രാരംഭ അനുമതിയാണ്. ഇനി എന്തൊക്കെയാണോ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്, പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പറയുന്ന പോലെ എന്തൊക്കെയാണോ ചട്ടങ്ങളിൽ പാലിക്കേണ്ടത്, അതെല്ലാം പാലിച്ചാലേ കമ്പനി തുടങ്ങാനുള്ള അനുമതിയിലേക്ക് പോകുള്ളൂ. അപ്പൊ പ്രാരംഭ അനുമതി എന്ന് ഉത്തരവിൽ എടുത്തു പറയുന്നതിന്റെ അർത്ഥം എന്താ? കമ്പനി ഉൽപാദനത്തിലേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ ഉൽപാദനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും പറയുന്ന സൗകര്യങ്ങളിലേക്ക് കമ്പനിക്ക് പോകാം. അതിനുള്ള അനുമതിയാണ് നൽകിയിട്ടുള്ളത്. ഇതിലെവിടെയാണ് അഴിമതിയുടെ പ്രശ്നം വരുന്നത്? അതാണ് ഞാൻ തുടക്കത്തിൽ ഇൻട്രോയിൽ വിശദീകരിച്ചത്. ശ്രീ VPP മുസ്തഫ, അങ്ങേക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി അത് പറയാം. ഞാൻ ആ ഇൻട്രോയിൽ പറഞ്ഞത് അതായിരുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. 2023 ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി സർക്കാരിനൊരു അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷ ലഭിക്കുന്ന സമയത്തെ നമുക്ക് നിലവിലുണ്ടായിരുന്ന മദ്യനയത്തിൽ അങ്ങനെ വൻതോതിൽ മദ്യനിർമ്മാണത്തിന് ആവശ്യമായ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കാൻ സംസ്ഥാനത്ത് അനുമതി നൽകുന്നൊരു മദ്യനയമായിരുന്നില്ല.
2022-23 മദ്യനയത്തിൽ പറഞ്ഞിരുന്നത്, എം പി രാജേഷ് പറഞ്ഞത്, സംസ്ഥാനത്ത് ലഭ്യമായ കാർഷികോൽപ്പന്നങ്ങൾ, അതായത് ജാതിക്കാത്തൊണ്ട് അതുപോലെയുള്ള കാർഷികോൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കുമെന്നായിരുന്നു. ഈ കമ്പനി അപേക്ഷിച്ച് വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാനല്ല, വീര്യം കൂടിയ മദ്യം നിർമ്മിക്കാൻ ആവശ്യമായ ആൽക്കഹോൾ നിർമ്മാണത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവരുടെ അപേക്ഷ കൈക്കലാക്കി കയ്യിൽ ലഭിച്ചതിന് ശേഷം തൊട്ടുടനെ വർഷത്തെ മദ്യനയം മാറുന്നു, എക്സൈസ് പോളിസി മാറുന്നു, ഇത്തരം മദ്യനിർമ്മാണത്തിന് അനുമതി നൽകുന്നു. ഇവിടെയാണ് അഴിമതി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് UDF-ന്റെ ഭാഗത്ത് നിന്ന്. 2022-23 മദ്യനയത്തിൽ തന്നെ ഡിസ്റ്റിലറികളും ബ്രൂവറികളും പുതുതായി അനുവദിക്കുന്ന കാര്യം പറയുന്നുണ്ട്. വീര്യം കുറഞ്ഞ മദ്യോൽപാദനത്തിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ആ ഭാഗം കൂടി അതിന്റെ ഗണ്ണിക നമ്പർ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട് 2022-23 മദ്യനയത്തിൽ. കാരണം 2001 നമ്മൾ മനസ്സിലാക്കേണ്ടത് 1998 ശേഷം കേരളത്തിൽ പുതിയ ഡിസ്റ്റിലറികളോ ബ്രൂവറികളോ അനുവദിച്ചിരുന്നില്ല. 2018 പിന്നീട് അതിനുള്ള ഒരു നീക്കമുണ്ടായത്. അന്ന് ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ ആ തീരുമാനം മാറ്റിവെച്ചു. പിന്നീട് രാഷ്ട്രീയ തീരുമാനം ഉൾപ്പെടെ എടുത്ത് 2022-23 മദ്യനയത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തോടൊപ്പം പുതിയ ഡിസ്റ്റിലറികളും ബ്രൂവറികളും കൂടി അനുവദിക്കുന്ന കാര്യം പറഞ്ഞു. 2023-24 മദ്യനയത്തിലാണ് ENA ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുള്ളത്. 2023-24 മദ്യനയത്തിൽ പുതുതായി വന്നിട്ടുള്ളത് ENA-യുടെ കാര്യം കൂടിയാണ്. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് മദ്യനയത്തിൽ സുവ്യക്തമായി പറഞ്ഞിരിക്കെ, അത് നിയമസഭയിൽ വെച്ചിട്ടുള്ള രേഖയാണ്, പരസ്യമായി ലഭിക്കുന്ന പബ്ലിക് ഡോക്യുമെന്റ് ആണ്. മദ്യനയം പുറത്തുവിട്ട ആ ദിവസങ്ങളിലെ എല്ലാ മാധ്യമങ്ങളിലെയും വിശദമായ വാർത്തയായിട്ട് അതിന്റെ ഉള്ളടക്കം വന്നിട്ടുണ്ട്. അതുകൊണ്ട് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഗവൺമെന്റിന്റെ തീരുമാനമായി വന്നു കഴിഞ്ഞ സ്ഥിതിക്ക്, മദ്യനയം ഗവൺമെന്റ് ഓർഡറാണ്, GO ആണ്, ആ GO ആയി ഇറങ്ങിക്കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അജിൻസ 2 കമ്പനികൾ ഗവൺമെന്റിനെ സമീപിച്ചിരുന്നു. ഒരു കമ്പനിയല്ല, ഒയാസിസ് മാത്രമല്ല, മറ്റൊരു കമ്പനി ഡിസ്റ്റിലറി അല്ലെങ്കിൽ ബ്രൂവറി ആരംഭിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. പക്ഷെ അവരുടെ ഭൂമിയുടെ കാര്യത്തിൽ അവർക്ക് ഒരു ഉറപ്പായിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ അപേക്ഷ അവിടെ എക്സൈസ് കമ്മീഷന് മുമ്പാകെ പെൻഡിങ്ങിൽ കിടക്കുന്നത്. ഈ കമ്പനി 2023 തന്നെ 2022-23 നയം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്റ്റിലറി അല്ലെങ്കിൽ ബ്രൂവറി തുടങ്ങുന്ന കാര്യവുമായിട്ട് വന്നു. 23-24 എഥനോളിന്റെ കാര്യത്തിൽ കൂടി തീരുമാനമുണ്ടായപ്പോൾ 4 സ്റ്റേജുകളായിട്ട് ഒറ്റയടിക്ക് തന്നെ എഥനോൾ ഉത്പാദനത്തിലേക്കല്ല അവർ പോകുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ അവർ പോകുന്നത് ബോട്ട്ലിംഗ് ആൻഡ് പ്ലാന്റിംഗ് എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ നിന്ന്. ഞാൻ ആ കമ്പനിയുടെ വക്താവല്ല, പക്ഷെ ഇവിടെ അതിനെക്കുറിച്ച് ചർച്ച വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ കമ്പനി ഗവൺമെന്റിന് സമർപ്പിച്ച ഒരു DPR ഉണ്ട്, ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ രേഖ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാവുന്നത് 4 സ്റ്റേജുകളായിട്ടാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് ബോട്ട്ലിംഗ് ആൻഡ് പ്ലാന്റിംഗ് ആണ്. രണ്ടാമത്തെ സ്റ്റേജിലെ അവർ എഥനോൾ ENA നിർമ്മാണത്തിലേക്ക് പോകുന്നുള്ളൂ. മൂന്നാമത്തതിലാണ് കാലിത്തീറ്റ നിർമ്മാണത്തിലേക്ക് പോകുന്നത്. 4ാമത്തതിലാണ് അവർ ബ്രൂവറിയിലേക്ക് പോകുന്നത്. ഇങ്ങനെയെല്ലാം ഓരോ സ്റ്റേജും വ്യക്തമായി നിർണയിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ അനുമതി നൽകിയിട്ടുള്ള ഉത്തരവിൽ ശ്രീ വി പി മുസ്തഫ അനുമതി നൽകിയിട്ടുള്ള ഉത്തരവിൽ സംസ്ഥാനത്ത് ലഭ്യമായ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് ആൽക്കഹോൾ നിർമ്മിക്കാം, അതിനെക്കുറിച്ചുള്ള ന്യായീകരണം പോലെ പിന്നീട് വിശദീകരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ, പ്രത്യേകിച്ച് പെട്രോളിൽ എഥനോൾ ചേർക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി ആവശ്യമായ എഥനോൾ ഇവർ ഉത്തരേന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്, ഇവിടെയും നിർമ്മിക്കാമെന്നാണ്. അതായത് എഥനോൾ നിർമ്മിക്കാൻ ആവശ്യമായ എന്ത് കാർഷികോൽപ്പന്നങ്ങളാണ് കേരളത്തിൽ ലഭ്യമാവുന്നത്, അതായത് കാർഷിക മേഖലയ്ക്ക് കൂടി ഗുണകരമാണ് എന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതില് അവർ പറയുന്നത് അവര് ENA ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബ്രോക്കൺ റൈസ്, അതുപോലെ വെജിറ്റബിൾ വേസ്റ്റ്, ഇതിൽ നിന്നൊക്കെയാണ് കാര്യമായിട്ട് അവർ എഥനോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ കൂടെ ചോളം അതുപോലെ ഉള്ള ചില സംഗതികൾ കൂടി ചേർത്തുകൊണ്ടാണ് അവരങ്ങനെ 3-4 ഐറ്റം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഉത്തരവിലും എടുത്തു പറയുന്നുണ്ട്. ഇവിടെ ആ ഉത്തരവിന്റെ അടുത്ത വാചകം കൂടി അജിനസ് വായിച്ചാൽ കൃത്യമായിട്ട് ഇതിലിപ്പോ ഒരു അഴിമതി ആരോപണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയത്തിന്റെയോ പ്രശ്നമില്ല. കാരണം എന്താ, പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് വാചകം കൃത്യമായിട്ട് തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. പരിസ്ഥിതി മന്ത്രാലയം ആരുടേതാ? കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അത് നൽകുന്ന എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടേ പോകാൻ വേണ്ടി കഴിയുള്ളൂ. ഇവിടെ ചോദിക്കുന്നത് പ്രധാനമായിട്ടും ഇത് രാജഭരണമല്ല, ടെൻഡർ വേണ്ടേ?
ഒരു വ്യവസായം ആരംഭിക്കുന്നതിന് ടെൻഡർ വിളിക്കാറുണ്ടോ? ഒരു വ്യവസായി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിച്ചാൽ അയാൾ അതിനാവശ്യമായ ഭൂമി കണ്ടെത്തുന്നു. ഇനി അയാൾക്ക് ഭൂമി ഇല്ലെങ്കിൽ കിൻഫ്ര പാർക്കുന്നോ മറ്റോ ഭൂമി, അതിനാണെങ്കിൽ ടെൻഡർ ക്ഷണിക്കണം, അല്ലെങ്കിൽ താല്പര്യപത്രം ക്ഷണിക്കണം. ഇവിടെ സ്വന്തമായിട്ടൊരു ഭൂമി കണ്ടെത്തി അതിലൊരു വ്യവസായ സംരംഭം ആരംഭിക്കാൻ വരുമ്പോ ഗവൺമെന്റ് എന്തിനാ അതിൽ ടെൻഡർ ക്ഷണിക്കേണ്ടത്? ഇപ്പൊ എത്ര വ്യവസായങ്ങൾ കേരളത്തിൽ വന്നു. ഗ്രഫീൻ വ്യവസായം ഇന്ത്യയിൽ എവിടെയും ഇല്ല, കേരളത്തിലാണ് ആരംഭിക്കുന്നത്. എറണാകുളത്ത് കളമശ്ശേരിയിലാണ് ആരംഭിക്കാൻ പോകുന്നത്. നമ്മൾ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടോ അതിന്? ഒരു സംരംഭകം വരികയാണ്, അയാൾ തുടങ്ങുകയാണ്. ഇപ്പൊ വന്ദേ ഭാരത് ട്രെയിൻ, ആ വന്ദേ ഭാരത് ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം അടിക്കാനുള്ള പലക, അതിന്റെ മെറ്റീരിയൽ അത് നിർമ്മിക്കുന്ന ഒരു കമ്പനി കഴിഞ്ഞ മാസം കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആ കമ്പനിയുടെ ഉടമസ്ഥൻ മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നുള്ള ഒരാളാണ്. നമ്മൾ ടെൻഡർ ക്ഷണിച്ചിട്ടാണോ അദ്ദേഹം വന്നത്? അദ്ദേഹം കാസർഗോഡ് കുമ്പളയിൽ സ്ഥലം കണ്ടെത്തി, ഭൂമി കണ്ടെത്തി, ഈ വന്ദേ ഭാരതിനുള്ള പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന മെറ്റീരിയൽ നിർമ്മിക്കാനുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നു. അതിനുള്ള ലൈസൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് ടെൻഡർ ക്ഷണിക്കേണ്ട കാര്യമില്ല. നമ്മൾ IT പാർക്കുകളിൽ IBM വന്നില്ലേ, ലോകോത്തരമായ കമ്പനിയല്ലേ IBM. നമ്മൾ ടെൻഡർ ക്ഷണിച്ചിട്ടാണോ അവർ വരുന്നത്? നമ്മൾ IT പാർക്ക് ഉണ്ടാക്കി മദ്യനിർമ്മാണത്തിലുള്ള പരിഗണിച്ചു നൽകി. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ നിർമ്മിക്കണം, വിദേശ മദ്യം കേരളത്തിൽ നിർമ്മിക്കണം എന്ന് നയം മാറാനുള്ള കാരണം എന്താണ്? ഇപ്പോ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇത് ഇപ്പൊ തന്നെ 2 ബ്രൂവറി ഉണ്ട്, 8 ഡിസ്റ്റിലറികളുണ്ട്, 10 ബോട്ട്ലിംഗ് ആൻഡ് ബ്ലെൻഡിംഗ് യൂണിറ്റുകളുണ്ട്. ഇവക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള അസംസ്കൃത വസ്തുവാണ് ഈ എണ്ണ. കഴിഞ്ഞ വർഷം മാത്രം 9,26,00,000 ലിറ്റർ എത്തനോളാണ്, 9.26 കോടി ലിറ്റർ എത്തനോളാണ് കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. അതിന്റെ മുഖവിലക്ക് പുറമെ അത് മുഴുവൻ കൊണ്ടുവരുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇവിടെ അടുത്ത ദക്ഷിണേന്ത്യയിൽ എവിടെയില്ല, അതുകൊണ്ട് അവിടെ നിന്നാണ് വരുന്നത്. അതിന്റെ ഈ ഫ്രീറ്റ് ചാർജ് മാത്രം അതിനനുസരിച്ച് കേരളത്തിന് 10 രൂപയാണ് 1 കിലോമീറ്ററിന് വെച്ച് ചെലവാകുന്നത്. എത്ര വലിയ സമ്പത്ത്! ഈ GST കൂടി വന്നപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എവിടെയാണോ ഉൽപാദനം അവിടെയാണ് GST. നമ്മൾ കൺസ്യൂമർ, അതിന്റെ നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ ഡിസ്റ്റിലറി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ബ്രൂവറി, ഡിസ്റ്റിലറികൾ, ബ്ലെൻഡിംഗ് യൂണിറ്റുകൾ LDF-ന്റെ കാലത്ത് അനുവദിച്ചതുണ്ട്, UDF-ന്റെ കാലത്ത് അനുവദിച്ചതുണ്ട്. അവിടെയാണ് ഇപ്പോൾ 18 കോടി ലിറ്റർ എത്തനോൾ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റുമായിട്ട് ഒരു കമ്പനി വരുന്നത്. അപ്പോൾ ഇരട്ട ലാഭമാണ് കേരളത്തിന്. ഇവിടെ തന്നെ ഇപ്പോൾ ഉള്ള ബ്രൂവറികൾക്കും ഡിസ്റ്റിലറികൾക്കും ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു നൽകാൻ കഴിയും. മിച്ചം വരുന്നത് പുറത്തേക്ക് വിൽക്കാനും കഴിയും. അപ്പൊ ഇവിടെ GST കിട്ടും, നമുക്ക് GST കിട്ടും. ശരി. അപ്പൊ എത്ര വലിയ സാധ്യതയാണ് ഒരു വ്യവസായ സംരംഭത്തിലൂടെ കേരളത്തിൽ ഉണ്ടാകുന്നത്. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി നവീൻ ജി നാദമണി കൂടി ചേരുന്നു. നവീൻ, സമാനമായ ഒരു ആരോപണം നേരിടുക മാത്രമല്ല, നിയമ നടപടികളിലൂടെ ഒരു മുഖ്യമന്ത്രി ജയിലിലായ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ. കേരളത്തിൽ ഇപ്പോൾ ഉയരുന്ന ആരോപണത്തിലുള്ള ആം ആദ്മി പാർട്ടിയുടെ നിലപാടെന്താണ്? നിങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്താണ്? ഇക്കാര്യത്തിൽ ഒരു അഴിമതി നടന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇതിൽ അഴിമതി നടന്നു എന്നുള്ള ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ടെൻഡർ നടപടികളോ ഇല്ലാതെ ഏകപക്ഷീയമായിട്ടൊരു സ്ഥാപനത്തെ ഇവിടെ ഒരു ബ്ലൂവറി തുടങ്ങാനായിട്ടുള്ള ഒരു വ്യവസായം തുടങ്ങുന്നതിന് ടെൻഡർ എന്ന് VPP മുസ്തഫ ചോദിക്കുന്നു. പരിശോധിക്കപ്പെടേണ്ട നവീൻ ജി, ഒരു വ്യവസായം സംസ്ഥാനം തുടങ്ങുന്നതിന് എന്തിനാണ് വ്യവസായമല്ല, ഇതൊരു നയത്തിന്റെ ഭാഗമാണ്. ഒരു നയത്തിന്റെ ഭാഗമാണ്. നയവ്യതിയാനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക, ആ നയവ്യതിയാനങ്ങളുടെ ഭാഗമായിട്ട് തുടങ്ങുന്ന വ്യവസായമാണ്. കേവലമായിട്ടൊരു വ്യവസായമോ അല്ലെങ്കിൽ രാജ്യ പുരോഗതിക്ക് വേണ്ടിയിട്ടോ സംസ്ഥാന പുരോഗതിക്ക് വേണ്ടിയിട്ടോ ഉണ്ടാകുന്ന ഒരു വ്യവസായം എന്ന രീതിക്ക് നമുക്കിതിനെ കാണാൻ സാധിക്കില്ല. ഇത് കൃത്യമായൊരു നയവ്യതിയാനം നടത്തിക്കൊണ്ട് വരുന്ന ഒരു വ്യവസായമാണ്. അതിൽ എത്രത്തോളം അഴിമതി ഉണ്ടെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. സാഹചര്യങ്ങളും വസ്തുക്കളും എല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെ പരിശോധിക്കപ്പെടേണ്ടത്. കേവലമായിട്ട് ഡിസ്ട്രിബ്യൂഷന്റെ പേരിലാണ് ആം ആദ്മിയുടെ മദ്യനയം ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ മദ്യനയത്തിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് വലിയൊരു അന്വേഷണം നടത്തുകയും ഒരുപക്ഷെ ഇപ്പൊ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്ന, കോൺഗ്രസ് ഉറക്കെ പറയുന്ന ചില വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ എന്നുള്ളതല്ല, ആരോപണങ്ങൾ ഈ സത്യാനന്തര മദ്യ വിതരണവുമായി ബന്ധപ്പെട്ട നയം മാറിയതിന്റെ പേരിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയി. നിങ്ങൾ പറയുന്നത് ഇവിടെ മദ്യോൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു നയം മാറിയതിൻ്റെ പേരിൽ ഇതിൽ അഴിമതിയുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നു. സെയിം ലോജിക്ക് കെജ്രിവാളിനെതിരെ ഉന്നയിച്ചൂടെ? അവിടെ അഴിമതി നടന്നിട്ടുണ്ടാവില്ലേ?
അല്ല, കൃത്യമായിട്ട് ഞാൻ അഴിമതി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതാണ്, അത് വിലയിരുത്തപ്പെടേണ്ടതാണ്. കൃത്യമായിട്ട് അന്വേഷിച്ചതിനകത്ത് ഒരു അഴിമതി എന്ന് വെച്ചാൽ ഏകപക്ഷീയമായിട്ട് ഒരു കമ്പനിക്കാണ്. ഇവിടെ ഡൽഹിയിൽ നടന്നൊരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. ഓപ്പൺ ഓപ്ഷനും ഓപ്പൺ ടെൻഡറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തത്. ഇവിടെ ഏകപക്ഷീയമായിട്ട് ഒരു കമ്പനിക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പിന്നിൽ നടന്ന പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്, കണ്ടെത്തേണ്ടതാണ്. അതിന് കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുതന്നെയാണ് ഇപ്പം കോൺഗ്രസ് ഉന്നയിച്ച ചില ആരോപണങ്ങളുടെ വസ്തുതകളും കൂടെ ചില സൂചിപ്പിച്ചു പോകാൻ പറ്റത്തില്ല. കോൺഗ്രസ് ഡൽഹിയിലെ മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്പനിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ സത്യാനന്തര കാലത്തെ രാഷ്ട്രീയ ശൈലി ചിലത് കോൺഗ്രസ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് കോൺഗ്രസിന്റെ ഒരു പരിധിവരെയുള്ള പരാജയ കാരണവും അത് തന്നെയാണ്. എന്നുവെച്ചാൽ വസ്തുതകളില്ലാതെ ഒരു ആരോപണങ്ങൾ, എന്തെങ്കിലും വൈകാരികമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ചില ശൈലികളും ഉപയോഗിക്കുന്നുണ്ട്. അവിടെയാണ് ഡൽഹിയിൽ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടൊരു കമ്പനി എന്ന് പറയുമ്പോൾ അതിൽ ഒരു പ്രധാന വസ്തുത നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ ഡൽഹിയിൽ മദ്യനയ അഴിമതി അല്ല എന്നുള്ളതും അത് അഴിമതി ആരോപണമാണെന്നുള്ളതും ഒരു കെട്ടുകഥയാണെന്നും ഒരു ചമച്ചുണ്ടാക്കിയതാണെന്നുള്ള വസ്തുതകൾ മുമ്പിൽ അങ്ങനെ കേവലം ഒരു ആരോപണത്തിന്റെ പേരിൽ കേസെടുത്ത് ഒരു മുഖ്യമന്ത്രിയെ ജയിലിലടച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾ ആരോപണം അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെയും എം പി രാജേഷിനെയും ജയിലിലടക്കുക, അന്വേഷിക്കുക. അത് അന്വേഷിക്കേണ്ടത് ഏതായാലും അവരുടെ വിജിലൻസോ പോലീസോ അല്ലല്ലോ, CBI വന്ന് അന്വേഷിക്കുക. പിണറായി വിജയനെ എം പി രാജേഷിനെ ജയിലിലിടുക, ഇതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. അജിംസ് ഒരിക്കലുമല്ല. ഇതൊരു അജിംസ് ഞാൻ പറഞ്ഞ ഇവിടെ ഒരു നയമുണ്ടാകുന്ന നയവ്യതിയാനം ഉണ്ടായിട്ട് ഏകപക്ഷീയമായിട്ട് ഒരു കമ്പനിയെ കൊണ്ടുവരുമ്പോഴേക്ക് അതിന്റെ പിന്നിൽ എന്തെങ്കിലും അഴിമതി ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. അത് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരേണ്ട വസ്തുതയാണ്. അതിന് വ്യക്തതയും കൃത്യതയും ആ കാര്യങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ അന്വേഷണം ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏകപക്ഷീയമായിട്ടാണ് ഒരു കമ്പനിയെ മാത്രം കൊണ്ടുവരിക എന്ന് പറയുന്നത് സംശയത്തിന്റെ കരുനിഴൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അന്വേഷിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അതിനകത്ത് അഴിമതി ഉണ്ടോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ പിന്നീട് വരേണ്ട കാര്യങ്ങളാണ്. അത് കൃത്യമായ അന്വേഷണങ്ങൾ നടന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇതിനു മുമ്പ് ഒരിക്കൽ ഉണ്ടായപ്പോൾ 2018 ഉണ്ടായ സമയത്ത് ബ്രൂവറിയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്ന സമയത്ത് മന്ത്രിസഭാ യോഗമെടുത്ത തീരുമാനങ്ങൾ അവർ പൂർണ്ണമായിട്ട് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ്. അങ്ങനൊരു മുൻ അനുഭവം കൂടെ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഏകപക്ഷീയമായിട്ട് ഒരു കമ്പനിക്കെതിരെ വരുമ്പോഴത്തേക്ക് അത് അന്വേഷിക്കണം. അത് മാത്രമല്ല, ആ കമ്പനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ സൗകര്യങ്ങൾ, അവിടുത്തെ പ്രകൃതിയുടേതായ പ്രത്യേകതകൾ, തൊട്ടടുത്ത് പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനി തുടങ്ങാൻ പോയപ്പോഴുണ്ടായ അനുഭവങ്ങൾ നമുക്കറിയാം. ഏകദേശം 5 കോടി ലിറ്ററോളം ജലം ആവശ്യമായിട്ട് വരുന്നൊരു ബ്രൂവറി ഫാക്ടറിയാണ് അവിടെ വരാൻ പോകുന്നതെന്ന് പറയുന്നു. ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന രീതിക്ക് അവിടെ ഉണ്ടാകുന്ന പ്രകൃതിപരമായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഒത്തിരി വസ്തുതകൾ ഈ കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഏകപക്ഷീയമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്നുള്ള ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ കൃത്യമായ ചർച്ചകൾ നിയമസഭയ്ക്കകത്തും പുറത്തും കൃത്യമായ ചർച്ചകൾ നടത്തിയെടുക്കേണ്ട തീരുമാനങ്ങളാണ് അത്. ആ തീരുമാനങ്ങൾ അല്ലാത്ത രൂപത്തിൽ എടുക്കുമ്പോഴത്തേക്കാണ് സ്വാഭാവികമായിട്ട് ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കുന്നത്. അതിൽ അഴിമതിയുണ്ടോ എന്നുള്ള സംശയം വരുന്നു. അത്തരം സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തന്നെയാണ്. അവരുടെ ഘടകകക്ഷികൾ പോലും ഇക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവരുടെ ഘടകകക്ഷികളും കൃത്യമായിട്ട് തുറന്ന് തന്നെ അഭിപ്രായം പറഞ്ഞു മുമ്പോട്ട് വേണം. CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ എന്തുകൊണ്ട്, കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു? അവരും അവരുടെ അഭിപ്രായം കൃത്യമായിട്ട് പറയണം. അത് നിയമസഭയിൽ ഉൾപ്പെടെ, നിയമസഭ കൂടുന്ന സമയം ചർച്ച ചെയ്തുകൊണ്ട്, കാരണം ഒരു കമ്പനി മാത്രം ബിഡറായി വരുന്ന ഒരു സംഭവത്തിൽ അഴിമതി ഉണ്ടോ എന്ന സംശയമുണ്ട്. അത് അന്വേഷിക്കണം എന്നാണ് നവീൻജിയുടെ അഭിപ്രായം. ഡോക്ടർ ജിൻഡോ, ഇവിടെ 2022 വരെ മദ്യോൽപാദനത്തിന് ആവശ്യമായ ആൽക്കഹോൾ നിർമ്മിക്കാനോ വലിയ ഡിസ്റ്റിലറികൾ ആൽക്കഹോൾ നിർമ്മിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല മദ്യനയത്തിൽ. 2023-24 മദ്യനയത്തിൽ അങ്ങനെ അനുമതി വരുന്നു. 2023-24 മദ്യനയത്തിൽ അനുമതി വരുന്ന ഉടൻ തന്നെ ഇങ്ങനൊരു കമ്പനി നിങ്ങളുടെ മദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഫാക്ടറി സ്ഥാപിക്കാനുള്ള അപേക്ഷ എന്ന് പറഞ്ഞ ഒരു അപേക്ഷ കൊടുക്കുന്നു. ഈ വർഷത്തെ മദ്യനയത്തിൽ ഇപ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് മദ്യനയത്തിലും സമാനമായ കാര്യമുണ്ട്. മന്ത്രിസഭ അനുമതി കൊടുക്കുന്നു. ഇതിലെന്ത് അഴിമതിയുടെ സ്കോപ്പാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? അല്ല അജിംസ, ഞാൻ ചോദിക്കുന്നത് ഈ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അന്തരിച്ചുപോയ സിനിമാ താരങ്ങളായ KPC ലളിതയെയും അതുപോലെ ഇന്നസെൻറ്റിനെയും വെച്ചുകൊണ്ട് ഈ CPM-ഉം LDF നടത്തിയൊരു പ്രചരണം ഉണ്ടല്ലോ. ഘട്ടം ഘട്ടമായിട്ട് മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരും, മദ്യ വർജനമാണ് LDFിൻ്റെ ലക്ഷ്യം, LDF വരുമ്പോൾ എല്ലാം ശരിയാക്കുമെന്നാണ് പറഞ്ഞത്. ഇവരത് കഴിഞ്ഞിട്ട് ബിവറേജുകളുടെ എണ്ണം കൂടുന്നതിന് പകരം ഇവർ ബാറുകളുടെ എണ്ണം കൂട്ടുകയും, ബാറുകൾ കൂട്ടുമ്പോൾ ആർക്കാണ് ഗുണമെന്ന് കൃത്യമായിട്ട് അറിയാം. സർക്കാരിനേക്കാൾ കൂടുതൽ ബാർ മുതലാളിമാർക്കും അത് ഫലമായിട്ട് CPM-നും ഫണ്ട് കിട്ടും. അത് അവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. എന്നാലും അത്തരത്തിലുള്ള ഒരു മദ്യനയമാണ് ഇവർ നടപ്പാക്കി കൊണ്ടിരുന്നത്. ഇവിടെയുള്ള പ്രശ്നം ഈ OICC എന്ന് പറഞ്ഞ ഈ കമ്പനി, ഈ ആരോപണത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റി ഒരു പ്രശ്നമാണ്. രണ്ടാമത്തത്, ഈ കമ്പനി ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചതിന് ശേഷം
ഇങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് കമ്പനിയുടെ ആളുകളും സർക്കാരിനുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം മദ്യനയത്തിൽ മാറ്റം വരികയാണ്. കാരണം 10-30 വർഷത്തെ പെട്ടെന്നൊരു ചോദ്യം, ഈ കമ്പനി അപേക്ഷ സമർപ്പിക്കുന്നത് 2023-ലാണ്. ആ 2023 അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന മദ്യനയത്തിൽ തന്നെ ENA നിർമ്മാണത്തിന് അനുമതിയുണ്ട്. ആ മദ്യനയത്തിൽ പിന്നെ അതിലെന്ത് അഴിമതിയാണ്? അല്ല, ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഈ മദ്യനയത്തിൽ ഒരു പെട്ടെന്നൊരു മാറ്റം വരുന്നു, തൊട്ട് പിന്നാലെ ഒരു കമ്പനി അപേക്ഷ വയ്ക്കുന്നു, ആ കമ്പനിക്ക് പ്രത്യേക താല്പര്യത്തോടെ അനുമതി കിട്ടുന്നു. മറ്റ് കമ്പനികൾക്കൊന്നും അങ്ങനെ അപേക്ഷ വയ്ക്കാനുള്ള സൗകര്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരറിയുന്നില്ല. ഇത് സമാനമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിബേറ്റോ ചർച്ചയോ ഒന്നും കേരളത്തിൽ നടക്കുന്നുമില്ല. ഇത് LDFന്റെ നയത്തിന്റെ ഭാഗമാണോ ഇത്തരത്തിലൊരു കമ്പനിക്ക് ഇത് കൊടുക്കുന്നത്? ജിൻഡോ ഇതിൽ ജോയിൻ ചെയ്തതിന് മുമ്പ് VP മുസ്തഫ ഉന്നയിക്കുന്ന പ്രശ്നം മദ്യനയം എന്ന് പറയുന്ന ഒരു രഹസ്യരേഖയല്ല, അതൊരു പബ്ലിക് ഡൊമൈനിലുള്ള പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അത് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതാണ്. ഈ വർഷങ്ങളിലുള്ള എല്ലാ എക്സൈസ് പോളിസികളും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും വായിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ENA നിർമ്മിക്കാനുള്ള അനുമതി 2023-24 മദ്യനയത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് പ്രതിപക്ഷ നേതാവിനും അറിയാവുന്നതാണ്, MLA കൂടിയായ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ പോളിസി മാറുന്നത് പ്രശ്നമാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, കേരളത്തിൽ ENA നിർമ്മിക്കേണ്ട, ആൽക്കഹോൾ നിർമ്മിക്കേണ്ട ഒരു പ്ലാന്റ് ആവശ്യമില്ല എന്ന് പറയാം. ഇനി പോളിസി വന്നു, ആ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനി അപേക്ഷ കൊടുത്താൽ അങ്ങനെ അപേക്ഷ കൊടുക്കാൻ പാടില്ല എന്ന് എവിടെയാണ് നിയമം? എന്ത് നിയമവിരുദ്ധതയാണ് അതിലുള്ളത്? അല്ല അജിംസ, ഇതിൽ പോളിസി മാറുന്നതോ അല്ലെങ്കിൽ പോളിസി മാറുമ്പോൾ കമ്പനിക്ക് അനുമതി കൊടുക്കുന്നതോ മാത്രമല്ല, എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം വരാനുള്ള കാരണം? അതിനൊരു കാരണം വേണമല്ലോ. അതിന്റെ കാരണം കേരളത്തിലെ സമൂഹത്തോട് അവർ വിശദീകരിക്കേണ്ടതുണ്ട്, ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ കമ്പനിക്ക് മാത്രമായിട്ട് പ്രത്യേക താല്പര്യത്തോടെ ഒരു ഇത് പോളിസി അനുമതി കൊടുക്കുകയാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊച്ചി നഗരത്തിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീ പിടിക്കുകയും 10-13 ദിവസം കൊച്ചി നഗരവും ചുറ്റുവട്ടത്തുള്ള 10-25 കിലോമീറ്റർ ആകാശ പരിധിയിൽ വിഷമാലിന്യം, വിഷപ്പുക ആളുകൾ ശ്വസിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. വലിയ ചർച്ചയായത് നമ്മൾ അന്ന് ആ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നടത്തിപ്പിന്റെ കരാറെടുത്ത കമ്പനിക്ക് LDF നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നുള്ള ആരോപണം വന്നപ്പോൾ അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള MB രാജേഷ് ആ കമ്പനിയുടെ മേന്മകളെ വിശദീകരിക്കുകയാണ് നമ്മൾ ചെയ്തത്, നമ്മുടെ മുൻപിൽ പറഞ്ഞത്. ആ കമ്പനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഇവർ പറയാൻ സമ്മതിക്കുന്നില്ല. സമാനമായ സാഹചര്യമാണ് ഈ കമ്പനിയും. ഇപ്പോൾ ഈ പ്രാഥമിക അനുമതി കിട്ടിയിരിക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട ചർച്ച വരുമ്പോഴും ഈ കമ്പനിയുടെ നേട്ടങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഇതിനെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ പറയുമ്പോൾ അത്തരം വിഷയങ്ങളൊന്നും അഡ്രസ് ചെയ്യാതെ ഇപ്പൊ ഡൽഹിയുമായി മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നു, പഞ്ചാബിൽ അവർ 4 കിലോമീറ്ററോളം ചുറ്റളവിൽ ഭൂമി തന്നെ മലിനമാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നു, കുടിവെള്ളം മലിനമാക്കുന്ന വിഷയം വരുന്നു. ഇതെല്ലാം വരുമ്പോൾ ഈ വിഷയമൊന്നും അഡ്രസ് ചെയ്യാതെ ഈ കമ്പനിയുടെ മേന്മ പറയാൻ എന്തുകൊണ്ടാണ് എക്സൈസ് മന്ത്രിക്ക് യാതൊരു നാണവും ഉളുപ്പവും ഇല്ലാത്തത്? അതിന്റെ അർത്ഥം ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ പ്രചരണം നടത്തുക, PR വർക്ക് നടത്തുകയാണ് ആ കമ്പനിക്ക് വേണ്ടിയിട്ട്. ആ കമ്പനിയുടെ നേട്ടങ്ങളെ കുറിച്ചിട്ട് ഡിബേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ നെഗറ്റീവ്സിനെ പൊതുസമൂഹം ചോദ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആ കമ്പനിക്ക് മാത്രമായിട്ട് അഭിപ്രായം പറയാം. ഇനി VP മുസ്തഫ അങ്ങ് പറഞ്ഞത്, അപ്പം പോളിസിയിൽ പ്രശ്നമില്ല, അങ്ങനെ തുടങ്ങുന്നതിൽ കുഴപ്പമില്ല. പോളിസി വന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ വരുമ്പോൾ ഒരു കമ്പനി മാത്രം വരുന്നു, ആ കമ്പനിയുടെ മെറിറ്റാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതായത് ആ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. എന്താണ് ആ കമ്പനിയുടെ പ്രശ്നം? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രി ഇതിനു വേണ്ടിയിട്ട് അനുമതി കൊടുത്തതിനെ ന്യായീകരിക്കുകയാണ്. ഇപ്പോൾ LDFന്റെ പ്രതിനിധിയും അതിനെ ന്യായീകരിക്കുകയാണ്, പ്രാഥമിക അനുമതി മാത്രമാണെന്ന്. ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് പൊതു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? കാരണം പ്രാഥമിക അനുമതി മാത്രം കൊടുത്തിട്ട് ബാക്കി ലൈസൻസുകളൊക്കെ നിങ്ങൾ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് അനുമതി കൊടുക്കുകയും ആ കമ്പനി വളരെ മികച്ചതാണ്, വളരെ നല്ലതാണ്, കാർഷിക മേഖലയിൽ നേട്ടം ഉണ്ടാകും, അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ പറയുമ്പോൾ, നേരത്തെ പല അന്വേഷണങ്ങൾ നടത്തുമ്പോൾ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ ഇതിൽ ആരും കുറ്റക്കാരല്ല എന്ന് പറയുന്ന കൂട്ട് പ്രസ്താവനയാണ്. സമാനമായ സാഹചര്യമല്ലേ ഇവർ ഇനി മറ്റ് ലൈസൻസുകൾ വാങ്ങാൻ പോകുന്ന മറ്റ് ഏജൻസികളുടെ മുമ്പിൽ കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആദ്യമേ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്, ഈ കമ്പനിക്ക് ഒരു പ്രശ്നമില്ല, അപ്പോൾ ലൈസൻസ് കൊടുത്തോളൂ എന്നുള്ള നേരത്തെയുള്ള ഒരു സൂചനയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവിടെയാണ് പറയുന്നത് ഈ കമ്പനിയോട് പ്രത്യേക താല്പര്യം എന്തുകൊണ്ട് CPM-നും കേരളത്തിലെ LDF സർക്കാരിനും ഉണ്ടാകുന്നു. ഇനി അതിനപ്പുറത്ത് ഇവർ എത്തനോൾ പ്ലാന്റ് മാത്രമല്ല ആണെന്നല്ലോ ആദ്യം പറഞ്ഞത്,
അതിനുശേഷം നമ്മളത് കൂടുതൽ പരിശോധിക്കുമ്പോൾ ഡിസ്റ്റിലറി ഉണ്ട്, ബ്രൂവറി ഉണ്ട്, ബോട്ട്ലിംഗ് പ്ലാന്റ് ഉണ്ട്, അങ്ങനെ നിരവധി പരിപാടികൾ അവിടെ നടക്കുന്നു. ഇനി അതിനപ്പുറത്ത് ഈ കമ്പനിയെ എങ്ങനെ വിശ്വസിക്കാമെന്ന് പറയുന്നത്, കോളേജ് നടത്താൻ എന്ന് പറഞ്ഞ് നാട്ടുകാരോട് പറഞ്ഞ് അവിടെ സ്ഥലം അക്വയർ ചെയ്യുകയും അതിനുശേഷം ആ കോളേജിന്റെ സ്ഥാനത്ത് മദ്യനിർമ്മാണ യൂണിറ്റ് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇനി അതിനപ്പുറത്ത് ഈ മദ്യനിർമ്മാണ യൂണിറ്റ് അത് ആ സ്ഥലം വാങ്ങുന്ന ആൾക്ക് ഏത് ബിസിനസ് നടത്താമെന്നുള്ളത് അവരുടെ ചോയ്സാണ്. അങ്ങനെ കണ്ടെത്തുന്ന സ്ഥലം ഏതാ? പാലക്കാട് ജില്ല. കേരളത്തിലെ ഏറ്റവും വരൾച്ച ബാധിതമായിട്ടുള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. അങ്ങനെ ഒരു ജില്ലയിൽ അവിടുത്തെ സാധാരണ ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാൻ കൃത്യമായിട്ട് പറ്റുന്നില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഒന്നരാടം ദിവസം വെള്ളം വരുന്നത്. രാവിലെ 6 തൊട്ട് രാവിലെ 10 മണി വരെ 4 മണിക്കൂറേ വാട്ടർ സപ്ലൈ ഉള്ളൂ. പിറ്റേ ദിവസം സപ്ലൈ ഇല്ല. പിന്നെ ഒന്നരാടം ദിവസമാണ് സപ്ലൈ ഉള്ളത്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ പൈപ്പിലൂടെ, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ വരുന്ന കാറ്റിന് പോലും കാശ് കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഡിസ്റ്റിലറി തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാൻ വാട്ടർ അതോറിറ്റിയുടെ പക്ഷത്ത് വെള്ളമുണ്ട്, ജലസംഭരണിയിൽ വെള്ളം സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആളുകളെ വെല്ലുവിളിക്കുന്ന ഒരു കാരണമാണ്. മാത്രമല്ല, ആ പഞ്ചായത്തിന് വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? ആ പ്രദേശത്തുള്ള ആളുകളെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ള സാമൂഹ്യ പഠനമോ അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രീയ പഠനങ്ങളോ പാരിസ്ഥിതിക ആഘാത പഠനങ്ങളോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒന്നും നടക്കുന്നതിന് മുമ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ പറയുകയാണ് ഈ കമ്പനി വളരെ മികച്ചതാണെന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇവര് മറ്റ് ലൈസൻസുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രാഥമിക ലൈസൻസിനപ്പുറം ഈ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കാൻ കേരളത്തിലെ എക്സൈസ് വകുപ്പും പിണറായി വിജയന്റെ സർക്കാരും തീരുമാനിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരി, ശ്രീ VPP മുസ്തഫ, ഇപ്പോൾ പോളിസിയിലല്ല പ്രശ്നം. പോളിസി അങ്ങനെ മാറുന്നതിൽ പ്രശ്നമില്ല. പോളിസി എന്തിനു മാറ്റിയെന്ന് വിശദീകരിക്കണം. അത് VPP മുസ്തഫ ആദ്യം പറഞ്ഞു. കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മദ്യത്തിൻ്റെ കുറച്ചെങ്കിലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് പോളിസി മാറ്റത്തിൻ്റെ ലക്ഷ്യം മുമ്പ് പറഞ്ഞു. മറ്റൊന്ന്, ഈ കമ്പനി വരുന്നതോടുകൂടി കമ്പനിയുടെ ഒരു പ്രൊമോട്ടറായി സർക്കാർ മാറുന്നു എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ ജിൻഡോ ഉന്നയിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? ശ്രീ VPP മുസ്തഫ, ഓക്കെ, ഞാൻ VPP മുസ്തഫയിലേക്ക് വരാം. ശ്രീ നവീൻജി, ഇവിടെ ഒരു പ്രശ്നം, ഇതിൽ ഒരു സർക്കാർ അവരുടെ മദ്യനയം എല്ലാ വർഷവും മദ്യനയം മാറ്റും, എല്ലാ വർഷവും മദ്യനയം മാറുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും മദ്യനയം മാറ്റുന്നതിന് പിന്നിൽ ഇത്തരത്തിലുള്ള അഴിമതിയോ ഗൂഢാലോചനയൊക്കെ ആരോപിക്കാം. ബാറുകാർക്ക് അനുകൂലമായ നടപടികൾ ഉണ്ടായി, അതിലൊക്കെ ബാറുകാരിൽ നിന്ന് കാശ് വാങ്ങി എന്നൊക്കെ വേണമെങ്കിൽ ആരോപിക്കാം. പക്ഷേ ഇവിടെ സർക്കാർ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, നിയമവിരുദ്ധമായ ഒന്നും ഇന്ന് പുറത്തിറങ്ങിയ ഉത്തരവിലില്ല, നിയമവിരുദ്ധമായ ഒരു കാര്യവുമില്ല. ഈ ഒരു സ്വകാര്യ കമ്പനി സംസ്ഥാനത്ത് നിക്ഷേപം നടത്തുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റാണത്. നിക്ഷേപം നടത്തുന്നതിന് എന്തിനാണ് ടെൻഡർ എന്നാണ് MP രാജേഷ് മന്ത്രി ചോദിക്കുന്നത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സ്ലേറ്റിൽ ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. അത് സംസ്ഥാനത്തിന് വേറെ തരത്തിൽ ഗുണകരമാണ്. ഈ പറയുന്ന എഥനോൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ സ്വീകരിക്കുന്ന ഒരു നയം മാറ്റത്തിൽ, അല്ലെങ്കിൽ ഒരു പുതിയ നയം സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുമ്പോഴെല്ലാം ഈ അഴിമതി ആരോപിക്കുക എന്നുള്ളത് ഒരു പഴഞ്ചൻ രാഷ്ട്രീയ ഏർപ്പാടായി തോന്നുന്നില്ലേ നിങ്ങൾക്ക്, ഒരു പുതിയ പാർട്ടി എന്ന നിലയിൽ? അല്ല, തീർച്ചയായിട്ടും ഒരു നയവ്യതിയാനം പൊതുവിലുണ്ടാകുമ്പോൾ അതിനെല്ലാത്തിനും അഴിമതി ആരോപിക്കുക എന്ന് പറയുന്നതും സർക്കാർ എടുക്കുന്ന ജനോപകാരപ്രദമായ നിലപാടുകൾക്കൊക്കെ അഴിമതി ആരോപിക്കുക എന്ന് പറയുന്നതൊന്നും സുഖകരമായ ഒരു രീതിയല്ല. അതൊരു ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമായതുമല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ ഏത് വസ്തുതയിലാണ്, ഏത് കാര്യത്തിലാണ് ആ നയം വരുന്നത്, ആ നയവ്യതിയാനം ഉണ്ടാകുന്നത്? എന്തായിരുന്നു പ്രഖ്യാപിച്ചിരുന്ന അവരുടെ നയം? കാലങ്ങൾക്ക് മുമ്പ്, ഇതിനു മുമ്പുള്ള തിരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെച്ച അവരുടെ നയമുണ്ട്. കേരളത്തെ മദ്യവിമുക്തമാക്കുമെന്നും കുറേശ്ശെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരുമോ എന്നുള്ള രീതിക്കൊക്കെയുള്ള നയങ്ങൾ പറഞ്ഞാണ്. ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ ഉപയോഗിക്കുന്ന മദ്യത്തിന്റെ അളവ് കൂടി വരുന്നുവെന്നും അതിനാവശ്യമായ എഥനോൾ ഇവിടെ തന്നെ ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കുന്നതും അതിന് കുറച്ച് സ്ഥലം ഏറ്റെടുത്തൊരു കമ്പനി ഉണ്ടെന്നും ആ കമ്പനി ഇങ്ങോട്ട് വരുമ്പോൾ ആ കമ്പനി ഒരു നല്ല ഏറ്റവും മനോഹരമായ ഒരു കമ്പനിയാണെന്നും ഈ കമ്പനിക്ക് തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആ കമ്പനിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സർക്കാർ മുമ്പോട്ട് വരിക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കമ്പനിക്ക് വേണ്ടി ചെയ്യും കൃത്യമായിട്ട് മദ്യം എന്നുള്ള ആ ഒരു വസ്തുവിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ സർക്കാർ ആ നയങ്ങൾ വ്യതിയാനങ്ങൾ വരുത്തുകയും ചെയ്യുമ്പോഴത്തേക്ക് അതിൽ സംശയം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഈ സംശയങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് ദൂരീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഈ ഭരണകൂടത്തിന് തന്നെയാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം ഈ ഭരണകൂടത്തിന് തന്നെയാണ്. ആ ഉത്തരവാദിത്വം അവർ കൃത്യമായിട്ട് ഏറ്റെടുക്കാതെ അവരെടുത്ത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് മുമ്പോട്ട് വരികയും ആ വന്ന കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട് ഈ മന്ത്രിമാരും മന്ത്രിസഭയും രാഷ്ട്രീയ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവർ മാറി വരികയും ചെയ്യുമ്പോഴത്തേക്ക് ആ സംശയം കൂടിക്കൂടി വരുവാനുള്ള സാഹചര്യമുണ്ട്. അത്തരം സംശയങ്ങൾ ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്വവും ഈ ഭരണ സംവിധാനത്തിന് തന്നെയാണ്.
തന്നെയാണ്. ആ ഭാഗത്താണ് നമ്മളതിൽ അഴിമതി ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് പറയുകയോ അഴിമതി ഇല്ല എന്ന് പൂർണ്ണമായിട്ട് പറയുകയല്ല. അതിൽ സംശയിച്ചു കഴിഞ്ഞാൽ സംശയിക്കുന്നവരെ ഒരു കാരണവശാലും തെറ്റ് പറയാൻ സാധിക്കില്ല. ആ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം ആവശ്യമാണ്. മുൻകാലങ്ങളിൽ ഈ ഗവൺമെന്റ് ചെയ്ത പല പ്രവൃത്തികളും വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ ഇതിനെയും ചിന്തിക്കാനായിട്ട്. പല ഘട്ടങ്ങളിലും ഇത്തരം അഴിമതി വരികയും ഇത്തരം നയവ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ നമുക്കറിയാം, കോവിഡ് കാലത്ത് ഡേറ്റ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങി, ആഴക്കടൽ മത്സ്യബന്ധനവുമായിട്ട് തുടങ്ങി, ഇതിനു മുൻപ് ബ്രൂവറി തുടങ്ങാനായിട്ട് തുടങ്ങി ഒന്നിന് പുറകെ ഒന്നായി ചെയ്തെടുത്തെല്ലാം അഴിമതികൾ കൃത്യമായിട്ട് തെളിഞ്ഞു വരികയും അവിടുന്നെല്ലാം അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ വസ്തുതയിൽ നിന്ന് ഒളിച്ചോടുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഇതിന് കൃത്യമായിട്ട് അന്വേഷണം വേണം. ഇതിന് പിന്നിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിൽ രാജ്യത്തിനും ദേശത്തിനും ദോഷമുണ്ടാകുന്ന രീതിക്കുള്ള പ്രവൃത്തികളാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അത് തിരുത്തപ്പെടുക തന്നെ വേണം. പിന്നെ അതിലുപരിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ട്, എവിടെയാണ് ഇത് തുടങ്ങാൻ പോകുന്നതെന്നുള്ള ഈ തീരുമാനമാണ്. ആ തീരുമാനവും പുനർചിന്തിക്കേണ്ടതാണ്. അവിടെ ഭീകരമായ ജലക്ഷാമം നേരിടുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇത്തരം 5 കോടിക്ക് മുകളിൽ ജലം ആവശ്യമായിട്ട് വരുന്ന 5 കോടി ലിറ്ററിന് മുകളിൽ ജലം ആവശ്യമായിട്ട് വരുന്ന ഒരു പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് ജലക്ഷാമം, കുടിവെള്ളക്ഷാമവും എല്ലാം വരാൻ പോവുകയാണ്. അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ആ ശ്രമങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് വേണം ഇത്തരം പദ്ധതികളും നയങ്ങളും നയപരിപാടികളും മുമ്പോട്ട് കൊണ്ടുവരാനായിട്ടുള്ളത്. പക്ഷേ അതിലൊക്കെ അപ്പുറമായിട്ട് ഇവര് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുകയും അത് രഹസ്യാത്മകമായ രീതിയിലാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. യാതൊരു വിധത്തിലും ആ വാർത്തകൾ പുറത്തു വരാത്ത രീതിയിൽ രഹസ്യമായിട്ട് തീരുമാനമെടുക്കുകയും ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെയോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയോ രാഷ്ട്രീയ പ്രതിപക്ഷ രഹസ്യാത്മകതയുണ്ടോ എന്നുള്ളൊരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ VPP മുസ്തഫ, ജലക്ഷാമം ഏറ്റവും രൂക്ഷമായ ജലചൂഷണത്തിന്റെ പേരിൽ ജനകീയ പ്രക്ഷോഭത്താൽ കമ്പനികൾ നാടുവിട്ടേടേണ്ടി വന്ന ഒരു ജില്ലയിലാണ് ഇത് സ്ഥാപിക്കുന്നത്. അവിടെ തന്നെ സ്ഥാപിച്ചാലേ മദ്യം നിർമ്മിക്കാൻ കഴിയൂ, ആൽക്കഹോൾ നിർമ്മിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു 2-3 മിനിറ്റ് ഒന്ന് തരണം. ഞാൻ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് താങ്കളുടെ സംശയങ്ങൾ പിന്നീട് ഇടപെട്ടുള്ളൂ. ഒന്ന്, വളരെ കൃത്യമായിട്ട് 2 വർഷം തുടർച്ചയായിട്ട് സർക്കാരിന്റെ മദ്യനയത്തിൽ ഇത് പറയുന്നു. അന്നൊന്നും ഈ പറയുന്ന UDFന്റെ ഭാഗത്തു നിന്നോ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ആ മദ്യനയത്തിലെ ഒരു വരിയെക്കുറിച്ചും വിമർശനം ഉണ്ടായിട്ടില്ല. അതിന് അങ്ങനെ അവർക്ക് ആ മദ്യനയത്തെക്കുറിച്ച് സംശയമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ വർഷം ആ മദ്യനയം പുറത്തിറങ്ങിയ ദിവസങ്ങളിൽ ഇതുപോലെ ചാനൽ ചർച്ച ഉണ്ടാകുമായിരുന്നല്ലോ. പക്ഷേ മീഡിയ വൺ ഉൾപ്പെടെ ഒരു മാധ്യമത്തിനും ആ മദ്യനയത്തെക്കുറിച്ച് 2 വർഷവും 2022-ലായാലും 2023-ലായാലും 2024-ലായാലും മദ്യനയത്തെക്കുറിച്ച് ഒരു ദിവസം പോലും ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ ആരും ആ മദ്യനയത്തിലെ ഒരു വിഷയത്തെക്കുറിച്ചിട്ടും ഒരു സംശയവും ഉന്നയിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിയമസഭയിലാണ് അവതരിപ്പിക്കുന്നത്, അതല്ലേ ജനങ്ങളുടെ കേന്ദ്രം. അവിടെ അവതരിപ്പിക്കുന്നതോടുകൂടി പബ്ലിക് ഡൊമൈനിൽ വന്നു, എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നു. ഞാനതിൽ അജിൻസ് എടുത്തു പറയുന്നതിൽ താങ്കൾ ക്ഷമിക്കണം. മലയാള മനോരമ ഏത് വിധേനയും LDFനെ ആക്രമിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണല്ലോ. അതിന്റെ പത്രത്തിലെ ധനകാര്യ പേജിൽ ഏതാണ്ട് 3-4 കോളം വലിപ്പത്തിലാണ് കേരള സർക്കാരിന്റെ മദ്യനയത്തെക്കുറിച്ച് വിശദമായ വാർത്ത കൊടുത്തത്. ഇനി നിയമസഭയിൽ പ്രാധാന്യമില്ലാത്തത് കൊണ്ട് ആം ആദ്മിക്കാർക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ മനോരമയിലൊക്കെ ഇത് വിശദമായിട്ട് വന്നതാ. ജനമധ്യത്തിൽ വന്നു കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞൊരു വിഷയത്തിൽ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോ ഞങ്ങൾക്ക് ആ മദ്യനയത്തെക്കുറിച്ച് സംശയമുണ്ട് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതെന്ത് ജനാധിപത്യ രീതിയാണ്? ആ മദ്യനയത്തെ എന്നാൽ ഇവർ കോടതിയിൽ ചോദ്യം ചെയ്തു. ആ മദ്യനയത്തിൽ ഏതെങ്കിലും വ്യവസ്ഥകൾ ഉണ്ടായില്ലല്ലോ. ആരെങ്കിലും ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചെങ്കിലും നടത്തിയോ? ആ മദ്യനയത്തെക്കുറിച്ച് ഉണ്ടായില്ലല്ലോ. അപ്പൊ മദ്യനയം കേരളത്തിലെ ജനം സ്വീകരിച്ചു. അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു എതിർപ്പ് ഉയരാതെ ആ മദ്യനയത്തെ അടിസ്ഥാനമാക്കിയിട്ട് സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടല്ലേ അപേക്ഷ വരിക. അതിൽ ടെൻഡർ ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ. ഗവൺമെന്റ് ഭൂമി കൊടുത്ത്, ഗവൺമെന്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്ത്, ഗവൺമെന്റ് പണം കൊടുത്ത് എന്തെങ്കിലും ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ആരംഭിക്കുമ്പോഴല്ലേ ടെൻഡർ ക്ഷണിക്കേണ്ടത്, കൊട്ടേഷൻ ക്ഷണിക്കേണ്ടത്. ഇതിൽ ഗവൺമെന്റിന്റെ പണമില്ല, പൊതുഭൂമിയില്ല, ഏതെങ്കിലും പൊതു സംവിധാനത്തിന്റെ ഉപയോഗപ്പെടുത്തലില്ല. ഇതൊന്നും ഇല്ലാതെ ആരംഭിക്കുന്നതിന് എന്തിനാണ് ടെൻഡർ ക്ഷണിക്കേണ്ടത്? ഗവൺമെന്റിന്റെ നയം മനസ്സിലാക്കി സംരംഭകർ ഗവൺമെന്റിനെ സമീപിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2 അപേക്ഷകൾ അങ്ങനെ ലഭിച്ചു. ആ 2 അപേക്ഷകളിൽ ഒന്നിന്റെ അപേക്ഷയുടെ കാര്യത്തിൽ, ഭൂമിയുടെ കാര്യത്തിൽ വ്യക്തതയില്ല. അതുകൊണ്ട് ആ അപേക്ഷ പ്രോസസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മറ്റൊരു അപേക്ഷ ഒയാസിസിൻ്റെതാണ്. അവരാ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് ഗവൺമെന്റിന് നൽകി. നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ട്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ അനുമതി പത്രം ഈ DPRലുണ്ട്.
കേരളത്തിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി പത്രമുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഗവൺമെന്റ് വീണ്ടും അഷുറൻസ് അവരോട് ആവശ്യപ്പെടുന്നത്. ഇതിൽ കാണേണ്ടത് ഇപ്പോ അജിൻസ് എടുത്തു ചോദിച്ചത് പാലക്കാട്ടെ കഞ്ചിക്കോട്ടെ ഈ ജലക്ഷാമത്തെ കുറിച്ചാണല്ലോ. ഇവരിപ്പോ നൽകിയ പ്രൊജക്റ്റിൽ ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിക്കുന്നേ ഇല്ല. ജലക്ഷാമം വരല് അജിൻസെ കേൾക്കുന്നില്ലേ? കേൾക്കാം. പക്ഷേ ഈ ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിക്കുന്നതിൽ പിന്നെ എവിടെ നിന്ന് വെള്ളം കൊടുക്കും? 5 കോടി ലിറ്റർ പ്രതിവർഷം വെള്ളം വേണം അവിടെ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിക്കുന്നില്ല. ഇവര് ഇതിന്റെ സാങ്കേതിക വിദ്യ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ DPR-ൽ. അപ്പൊ ഈ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഞങ്ങൾ കമ്പനിയുടെ PRO ആണ്, ഞങ്ങൾ കമ്പനിയുടെ പ്രൊമോട്ടറാണ് എന്നാണ് അവർ ആക്ഷേപിക്കുന്നത്. നിങ്ങൾ ഈ കമ്പനിയെ കുറിച്ച് ആക്ഷേപിക്കുമ്പോൾ, ഈ കമ്പനിക്ക് അനുമതിയെ കൊടുത്തതിനെ കുറിച്ച് അവർ വിമർശനം ഉന്നയിക്കുമ്പോൾ, സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് വേണ്ടി മറുപടി പറയാൻ വരുന്ന ഞങ്ങൾ, അല്ലെങ്കിൽ ഭരണപക്ഷത്തിനു വേണ്ടി മറുപടി പറയാൻ വിശദീകരണം നൽകാൻ വേണ്ടി വരുന്ന ഞങ്ങൾ അജിൻസെ ആ കമ്പനി ഗവൺമെന്റിന് സമർപ്പിച്ച DPR അല്ലേ അവലംബിക്കുക? ഗവൺമെന്റിന്റെ മുമ്പാകെയുള്ള DPR അല്ലേ അത്? അല്ലാതെ ഞങ്ങൾ ആ കമ്പനിയിൽ പോയിട്ട് ഒരു രേഖ വാങ്ങിച്ചു കൊണ്ടുവന്ന് കമ്പനിയുടെ PRO ഉണ്ടോ കമ്പനിയുടെ CEO-നോടോ ഒരു കടലാസ് വാങ്ങിച്ചിട്ട് വന്നിട്ടല്ലല്ലോ ഇവിടുന്ന് വർത്തമാനം പറയുന്നത്. സർക്കാരിന്റെ മുമ്പാകെയുള്ള DPR വെച്ചിട്ടാണ്. അപ്പൊ അതിൽ പറയുന്നു സീറോ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ രണ്ടാമത് പറയാം. വെള്ളം എവിടെ നിന്ന് കിട്ടും? വെള്ളമാണല്ലോ ഏറ്റവും പ്രശ്നം. 5 കോടി ലിറ്റർ പ്രതിവർഷം വേണം വെള്ളം. വെള്ളം എവിടെ നിന്ന് കിട്ടും? വെള്ളം അവര് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ അവര് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് യൂണിറ്റ് ആണ്. എത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് എനിക്ക് അറിയില്ല, ഞാനത് സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടില്ല. 5 കോടി ലിറ്റർ വെള്ളമൊക്കെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര ഏക്കർ സ്ഥലം വേണം? ഒരു ജില്ലയിലെ മുഴുവൻ മഴയും ശേഖരിക്കേണ്ടി വരും. VP മുസ്തഫ, 5 കോടി ലിറ്ററിനൊക്കെ 24 ഏക്കർ സ്ഥലം അവർക്കുണ്ട്. 24 ഏക്കർ സ്ഥലം കൊണ്ട് 5 കോടി ലിറ്റർ ഉണ്ടാക്കാൻ കഴിയുമോ? 24 ഏക്കർ സ്ഥലം അവരുടെ കൈവശം ഇപ്പോഴുണ്ട്. നിങ്ങൾ 5 കോടി ലിറ്റർ ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ കാണേണ്ടത് കണ്ണൂർ ജില്ലയിൽ പറശ്ശിനിക്കടവിൽ വിസ്മയ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ 5 കോടി ലിറ്ററിന്റെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് യൂണിറ്റിലാണ് എത്രയോ വർഷമായിട്ട് ആ അമ്യൂസ്മെന്റ് പാർക്ക് പ്രവർത്തിക്കുന്നത്. അത് എനിക്കൊന്ന് ഈ 24 ഏക്കറൊന്നും ആ അമ്യൂസ്മെന്റ് പാർക്കിന് ഇല്ല. കണ്ണൂരിലെ ഈ പറശ്ശിനിക്കടവിലുള്ള വിസ്മയ പാർക്കിന് അതിന്റെ തുടക്കം മുതൽ അവരങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് സാധിക്കുന്ന കാര്യമാണ്. 5 കോടി ലിറ്റർ വിസ്മയ പാർക്കിന് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതാണ്. 5 കോടി ലിറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ അളവല്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതല്ല ഞാൻ പറഞ്ഞല്ലോ, ഈ DPR നമുക്ക് ഇനിയിപ്പോ RTI പ്രകാരം അപേക്ഷിച്ചാൽ ആർക്കും ലഭിക്കുന്ന ഒന്നാണല്ലോ. നമുക്കെല്ലാം അത് ഇപ്പൊ അവിടെ വന്ന ഒരു രേഖയാണല്ലോ, അതുകൊണ്ട് കിട്ടും. അതിനൊന്നും വേറെ വിശദാംശങ്ങളുടെ പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെ ഏറ്റവും സുതാര്യമായിട്ട് വരുന്നു. അതിൽ തന്നെ പ്രാരംഭ അനുമതിയാണ് കൊടുക്കുന്നത്. ഇനി വരണമെങ്കിൽ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും അവർ പാലിച്ചിരിക്കണം. അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇറങ്ങിയ ഉത്തരവിൽ. അതെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അവർ പറഞ്ഞ സാങ്കേതിക വിദ്യ ആയിരിക്കണം. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് മാത്രമല്ലേ അന്തിമമായിട്ടുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ പോവുകയുള്ളൂ. അല്ലാതെ ലൈസൻസ് കൊടുക്കില്ലല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ നടത്തുന്നത് രാഷ്ട്രീയമായ വെറും പുകമറ സൃഷ്ടിക്കലാണ്. കേരളത്തിൽ പുതിയ വ്യവസായ സംരംഭങ്ങൾ വരുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. ഈ കേരളത്തെ ശവപ്പറമ്പാക്കണം. ഇവിടെ ഒന്നും അനുവദിക്കില്ല എന്നാണല്ലോ അവർ പറയുന്നത്. ലൈഫ് മിഷൻ വന്നപ്പോ അനുവദിക്കില്ല എന്ന് പറഞ്ഞവരല്ലേ? ഞങ്ങൾ വന്നാൽ പിരിച്ചുവിടുമെന്ന് പറഞ്ഞവരല്ലേ? അങ്ങനെയല്ലേ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കതുകൊണ്ട് ഇത്തരം ശീലങ്ങൾ ഉണ്ടാവും. ഇപ്പോ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് LDF വന്നപ്പോൾ ബാറുകൾ ഇഷ്ടം പോലെ കൊടുക്കുകയാണ്. ഈ ഉത്തരവിൽ ഒരു കാര്യം കൂടി പറയേണ്ടത് VP മുസ്തഫ, ഈ പ്രൊജക്ടിന് ആവശ്യമായ ജലം നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ട്. ഒരു നിമിഷം VP മുസ്തഫ, വാങ്ങിച്ചിട്ടില്ല എന്ന് ഈ ഡോക്യുമെന്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രൊജക്ടിന് ആവശ്യമായ ജലം നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ടെന്നാണ്. വാട്ടർ അതോറിറ്റിക്ക് എവിടെയാണ് ഇതിന് മാത്രം വെള്ളം കമ്പനിക്ക് കൊടുക്കാൻ? വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുള്ളത് റീസൈക്കിൾഡ് വാട്ടറിനെ കുറിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞത് അതും കൂടി വായിച്ചു നോക്കൂ. അതിന്റെ തുടർച്ചയിൽ അത് പറയുന്നുണ്ട്. റീസൈക്കിൾഡ് വാട്ടറാണ്. ഈ പ്രൊജക്ടിന് ആവശ്യമായ ജലം നൽകുന്നതിന് റീസൈക്കിൾഡ് വാട്ടറിനെ കുറിച്ചല്ല, ഈ പ്രൊജക്ടിന് ആവശ്യമായ ജലം നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി അവരുടെ ഇത് മാത്രം വെള്ളം പാലക്കാട് കൂടി ഉണ്ട്. അത് ജലം എന്ന് പറഞ്ഞാൽ ജലമല്ല, ജലം, വെള്ളം കൊടുക്കുന്ന കാര്യം പറയുന്നത്. അവർ നൽകാൻ വേണ്ടി പോകുന്നത് റീസൈക്കിൾഡ് വാട്ടറാണ്. വാട്ടർ അതോറിറ്റി റീസൈക്കിൾഡ് വാട്ടറിന്റെ പ്രൊജക്ട് ഉണ്ടോ പാലക്കാട് ജില്ലയിൽ? റീസൈക്കിൾഡ് വാട്ടറിന്റെ വെള്ളം ഉണ്ടാകുന്ന പ്രൊജക്ട് ഉണ്ടോ? വാട്ടർ അതോറിറ്റി കൊടുത്ത NOC-യിൽ
അല്ല ഉണ്ട്, ഇല്ലാതെ കാസർഗോഡ് ഉണ്ടല്ലോ വാട്ടർ അതോറിറ്റിയുടെ റീസൈക്കിൾഡ് പ്രോജക്റ്റ്. കാസർഗോഡുണ്ട് വാട്ടർ അതോറിറ്റിയുടെ റീസൈക്കിൾഡ് പ്രോജക്റ്റ്. അതുകൊണ്ട് നമ്മൾ അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഇപ്പൊ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ കാര്യങ്ങൾ പഠിച്ചിട്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കണം. അങ്ങനെ ഉന്നയിക്കാത്തതിന്റെ പ്രശ്നം എന്താ? നിങ്ങൾ നോക്കൂ, കോവിഡ് കാലത്ത് നമ്മൾ ഡാറ്റ അനാലിസിസിന് വേണ്ടി ഇതാ ഏതോ അമേരിക്കൻ സാമ്രാജ്യത്തെ കുത്തകക്ക് പിണറായി വിജയൻ കേസിന് ഉൾപ്പെടെ പോയില്ലേ? എന്താ സംഭവിച്ചത്? ഓക്കെ, ഇതിലെ പ്രധാനമായ കൺസേൺ വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ഈ പോളിസി ചേഞ്ച് മറ്റേതെങ്കിലും ബാഹ്യ സമ്മർദ്ദത്താൽ ഉണ്ടായതാണോ എന്ന ക്വസ്റ്റ്യനും ഉന്നയിക്കപ്പെടുന്നു. ഞാൻ മടങ്ങി വരാം വി പി മുസ്തഫയിലേക്ക് മറ്റു അതിഥികളിലേക്ക് ഇടവേള. അതിഥികളെ തിരികെ ശ്രീ ജിൻഡോ, ഇവിടെ പ്രതിപക്ഷം രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഉന്നയിക്കുന്ന ആരോപണത്തിൽ ഒരു ഫോക്കസ് ഇല്ലായ്മ, ഒരു മൂർച്ചക്കുറവുണ്ട്. ഒന്നുകിൽ ഈ പോളിസി മാറിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് പറയണം, അതല്ലെങ്കിൽ ഇവരുടെ അപേക്ഷ സ്വീകരിച്ചതിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് പറയണം, അതുമല്ലെങ്കിൽ ടെൻഡർ ക്ഷണിക്കാതെ ഇവരെ മാത്രം ക്ഷണിച്ചത് എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റിന് എന്ത് ടെൻഡറാണ് എന്ന് മറുചോദ്യത്തിൽ ഈ അഴിമതി ആരോപണം അപ്രത്യക്ഷമായി പോവുകയാണ്. പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്നൊരു വാദം ജലചൂഷണത്തെ സംബന്ധിച്ചാണ്. അതൊരു വാലിഡ് ആയ ആരോപണമാണ്. അങ്ങനെ ഭൂഗർഭജല ചൂഷണം നടത്തുന്നില്ല ഇത് ഈ കമ്പനി എന്ന് ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, എവിടെ നിന്ന് വെള്ളം കിട്ടും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വാലിഡാണ്. കാരണം വലിയ തോതിൽ വെള്ളം ആവശ്യമുള്ളൊരു വ്യവസായമാണ് ഇതെന്നിരിക്കെ ആ വെള്ളം എവിടെ എന്നുള്ള ക്വസ്റ്റ്യൻ വാലിഡാണ്. അതല്ലേ ഉന്നയിക്കേണ്ട പ്രശ്നം? അല്ല അജിംസെ, ഇതിലുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മൾ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവർ അതിനെ ഷാർട്ടഡാക്കി കളയാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇവിടെ അങ്ങനെ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പുറകെ ആളുകളുടെ ശ്രദ്ധ മാറിപ്പോകുമ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളിൽ നമുക്കറിയാവുന്ന ഇത് സാധാരണക്കാരൻ ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ എത്ര ലൈസൻസ് വേണം, എത്ര സർക്കാർ ഓഫീസ് കയറി ഇറങ്ങി നടക്കണം? ആന്തൂരിലെ സാധനം എന്തുകൊണ്ടാണ് മരണപ്പെട്ടത്? അത് പറയണ്ടേ? മാഞ്ഞൂരിലൊരു വിദേശ വ്യവസായി NRI ഇവിടെ വന്നൊരു ബിസിനസ് തുടങ്ങാൻ തുടങ്ങിയിട്ട് അവസാനം റോട്ടിൽ കിടക്ക വിരിച്ച് സമരം ചെയ്യേണ്ടി വന്നില്ലേ? ആന്തൂരിലെ സാധനം എന്തുകൊണ്ടാണ് ഈ പ്രയോറിറ്റി ഒന്നും കൊടുക്കാതിരുന്നത്? അദ്ദേഹം ഒരു ബിസിനസ് പ്രോജക്റ്റ് കൊണ്ടുവന്നല്ലേ, അദ്ദേഹത്തിന് അവസാനം ഈ ജീവിതം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ? അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പോളിസി മാറ്റത്തെക്കുറിച്ച് ആലോചന ഉണ്ടായില്ലേ? നിങ്ങൾ വ്യവസായം തുടങ്ങുന്നതിന് പ്രോത്സാഹനമായിരുന്നെങ്കിൽ ആ മനുഷ്യൻ മരിക്കുമായിരുന്നോ? മറ്റാളുകൾക്ക് തൊഴിൽ കിട്ടുന്നതിന് നിങ്ങൾ പ്രോത്സാഹനമായിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നോ? കമ്പ്യൂട്ടർ തൊട്ട് ട്രാക്ടർ തൊട്ട് ഇങ്ങോട്ട് എല്ലാത്തിനും സമരം ചെയ്ത ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ പറയാം നിങ്ങൾ വ്യവസായം കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ എതിർക്കുന്നു. നിങ്ങൾ കൊണ്ടുവന്ന വ്യവസായങ്ങളിൽ കേരളയിൽ വന്നപ്പോൾ ഞങ്ങൾ എതിർത്തു. അത് ഈ കേരളത്തിൻ്റെ സാംസ്കാരികമായിട്ടോ സാമൂഹികമായിട്ടോ അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒരു രീതിയിലും ഈ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പ്രോജക്റ്റ് ആയിട്ട് ഞങ്ങൾ എതിർത്തു. അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വൻകിട വികസന പ്രോജക്റ്റുകളായിക്കോട്ടെ, ചെറുകിട പ്രോജക്റ്റുകളായിക്കോട്ടെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളായിക്കോട്ടെ, എല്ലാത്തിലും നടത്തിയതും അത് സ്ഥാപിച്ചതും മുൻപന്തിയിൽ നിന്നതും UDF ഉം കോൺഗ്രസും തന്നെയല്ലേ? അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ആക്ഷേപം പറയാൻ പാടില്ല. ഇനി അതിനപ്പുറത്ത് എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, LDFിൻ്റെ പ്രതിനിധി പറയുന്നത് എന്താ, ഈ കമ്പനിക്ക് കൊടുക്കാനുള്ള വെള്ളം വാട്ടർ അതോറിറ്റിയുടെ കയ്യിലുണ്ട്, അതിന് റീസൈക്ലിംഗ് പ്ലാന്റ് ഉണ്ട് എന്നൊക്കെ. റീസൈക്കിൾഡ് വാട്ടർ അല്ല, കുടിവെള്ളം അതാണ് കൊടുക്കുന്നത്, കുടിവെള്ളമല്ല കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കുടിക്കാൻ കൊള്ളാത്ത കുടിവെള്ളമല്ലാത്ത റീസൈക്കിൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലായില്ല അതിൻ്റെ ലോജിക്ക്. എന്നാലും ചോദിക്കുക, കുടിക്കാൻ കൊള്ളാത്ത ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് പ്രോജക്റ്റ്. പാലക്കാട് റീസൈക്ലിംഗ് പ്ലാന്റ് ഒന്നുമില്ല എന്ന് മാത്രമല്ല, പാലക്കാട് കുടിവെള്ള വിതരണം വലിയ പ്രതിസന്ധിയാണ്. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ അതിലേക്ക് തന്നെ അജിംസെ, അങ്ങനെ ഒരു പ്ലാന്റ് ഉള്ളതായിട്ട് നമുക്കറിയില്ല. പിന്നെ VPP മുസ്തഫയെ പോലുള്ള ആളുകൾ ഇത്ര ആവേശത്തോടെ ഉറപ്പിച്ചങ്ങ് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേ വഴിയുള്ളൂ. കാരണം തമ്പുരാൻ്റെ അടിമകൾ തമ്പുരാന് കവിത ചൊല്ലുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിക്കണമെന്ന് നിർബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെ പോലുള്ള ആളുകൾ പറയുമ്പോൾ നമ്മളതങ്ങ് വിശ്വസിക്കണം. കാരണം നമ്മുടെ രക്ഷകരാണല്ലോ ഇത്, ഇവരൊക്കെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന. പാലക്കാട് ജില്ലയിലെ മനുഷ്യർക്ക് എല്ലാ ദിവസവും കുടിവെള്ളം മുട്ടാതെ കൊടുക്കാൻ വാട്ടർ അതോറിറ്റിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ എറണാകുളം ജില്ലയിൽ ഇരുന്ന് സംസാരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ദിനം പ്രതി എത്രത്തോളം പ്രശ്നങ്ങൾ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ പറ്റാതെ 5 കോടി ലിറ്റർ സംഭരണ ശേഷിയുള്ള റീസൈക്ലിംഗ് പ്ലാന്റ് ഉണ്ടെന്ന് കള്ളം പറയുന്നു. ഇനി അങ്ങനെ വെള്ളം കൊടുക്കാൻ ഈ കമ്പനിക്ക് നിർബാധം വെള്ളം കൊടുക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് കുടിവെള്ളം ഉറപ്പാക്കാൻ എന്തുകൊണ്ടാണ് പിന്നെ ഈ വാട്ടർ അതോറിറ്റിക്ക് കഴിയാത്തത്? അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി സാധാരണക്കാരല്ല. ഞാൻ അവിടെ നിർത്തുക. ഇനി അതിനപ്പുറത്ത് ഒരു പ്രശ്നമുള്ളത് എന്താ, ഈ കമ്പനി അപേക്ഷ വെച്ചു. അപേക്ഷ വെക്കുമ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചോ? ഈ കമ്പനിയുടെ മുൻകാല പ്രവർത്തനം നിങ്ങൾ പഠിച്ചോ? ഈ കമ്പനി മുൻപ് നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് പഠിച്ചോ? അതൊന്നും
ഇതൊന്നും പഠിക്കാതെ ഒരു സംസ്ഥാന സർക്കാർ, ഈ LDF സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ അതിന് അനുമതി കൊടുക്കുക, എന്നിട്ട് പറയാണ് പാരിസ്ഥിതിക ആഘാത പഠനം മറ്റൊക്കെ നടത്തിയിട്ടുണ്ടെന്ന്. പാലക്കാട് ജില്ലയിൽ ഇത് വരാൻ പോകുന്ന പഞ്ചായത്തിൽ നിങ്ങൾ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടുണ്ടോ? പണ്ട് കൊക്കക്കോള കമ്പനി പ്ലാച്ചിമടയിൽ നടത്തിയിട്ട് അവിടെ വലിയ സമരം നടത്തി. ആ സമരത്തിന് ശേഷം അവർ പോയതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ കൂടി വന്നത്. ഇനി നിങ്ങൾ പറയുന്നു ഇവർക്ക് ഗ്രൗണ്ട് വാട്ടർ വേണ്ട, ഇവർക്ക് ബോർവെൽ വേണ്ട എന്നൊക്കെ പറയുന്നു. ഇവരുടെ 24 ഏക്കറിനകത്ത് ബോർവെൽ അടിച്ചാൽ VPP മുസ്തഫ പോലുള്ള CPM-ന്റെ നേതാക്കന്മാർ പോയി ആ കുഴൽക്കിണർ അടിക്കുന്നത് തടയോ? നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ അറിയോ? കേരളത്തിലെ ഏത് സാധാരണക്കാരന് അറിയാൻ പറ്റും ഈ 24 ഏക്കറിനകത്ത് അവർ കുഴൽക്കിണർ അടിക്കുകയോ അതിൽ നിന്ന് വെള്ളം ഊറ്റുകയോ ഭൂഗർഭ ജലം കൊണ്ട് ഈ ബിസിനസ് നടത്തുകയോ ഇല്ലെന്ന് എങ്ങനെ ഓഡിറ്റ് ചെയ്യും? ആര് ഓഡിറ്റ് ചെയ്യും? അവരുടെ ഗേറ്റിന് അപ്പുറത്തേക്ക് കടക്കാൻ സാധാരണ മനുഷ്യർക്ക് കഴിയോ? ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് കഴിയോ? അത് കഴിയില്ല. അപ്പൊ ഇത്തരം കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് വേണ്ടത്ര പഠനം നടത്തണം. ആ പഠനം നടത്താതെ ഇങ്ങനെ കൊടുക്കുമ്പോൾ പാലക്കാട് ജില്ലയിലെ മനുഷ്യരോട് ചെയ്യുന്ന കൊലവിളിയാണ്. ഇനി അതിനപ്പുറത്ത് ഈ കമ്പനിക്ക് വേണ്ടി PR ഏജന്റിനെ പോലെ പ്രചരണം നടത്തുന്ന മന്ത്രി ഒരു കാര്യം ആലോചിക്കണം. എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പരിപാടി ഇത്തരം മദ്യ കമ്പനികൾക്ക് വേണ്ടി പ്രചരണം നടത്തലല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പ്രതിഭ ഹരിയുടെ മകൻ ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അറസ്റ്റിലാകുമ്പോൾ അതിനനുകൂലമായിട്ട് പ്രസ്താവന നടത്തുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന. ചെറുതടിച്ച ചെറിയ പുക വലിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ എക്സൈസ് വകുപ്പ് മന്ത്രി മദ്യനിർമ്മാണ കമ്പനിക്ക് അനുകൂലമായിട്ട് PR വർക്കും ചെയ്യുന്നു. അപ്പൊ കേരളത്തിലെ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാർ തന്നെ ലഹരിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രശ്നം കൂടി. ഇനി അതിനപ്പുറത്ത് അവിടുത്തെ പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടില്ല, അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇനി അതിനപ്പുറത്ത് ഈ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആ ഓർഡർ പരിശോധിച്ച് നോക്കിയേ. മുൻകാലങ്ങളിലുള്ളതിന് വിഭിന്നമായിട്ട് വ്യത്യസ്തമായിട്ട് നമ്മൾ ആലോചിക്കാം. മുൻപൊക്കെ പല കാര്യങ്ങളും ഇത്തരത്തിൽ നയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒറ്റ വരിയിൽ ഒതുക്കി രഹസ്യമായിട്ട് അതങ്ങ് കടത്തിക്കൊണ്ടുവരാൻ നോക്കുന്നത്. ഇതങ്ങനെയല്ല. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണം വിസ്തരിച്ച് ഒരു പാർട്ടിയുടെ നോട്ടീസ് പോലെ മുഖപത്രം പോലെ അടിച്ചിറക്കിയേക്കുക. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഈ കമ്പനിയുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന്. അപ്പോൾ ഞങ്ങൾ സംശയിക്കും നിങ്ങൾക്ക് ഈ കമ്പനിയുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നത് ഒന്നും അനുവദിക്കാത്തതിൻ്റെ ലിസ്റ്റിൽ പറയുന്നത് ലൈഫ് മിഷനെ ഞങ്ങൾ എതിർത്തുവെന്ന്. ഞങ്ങൾ എതിർക്കും സാറേ. 20 കോടി രൂപയുടെ പദ്ധതിയിൽ 9.5 കോടി അഴിമതി നടത്തിയതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 100 ദിവസം ജയിലിൽ കിടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഞങ്ങൾ അതിലെ അഴിമതിയെ എതിർക്കും. ആളുകൾക്ക് വീട് വയ്ക്കാൻ 4 ലക്ഷം കൊടുക്കുന്നതിന് മറയിൽ നിങ്ങൾ 9.5 കോടി അഴിമതി നടത്തിയപ്പോൾ തട്ടിപ്പ് നടത്തിയപ്പോൾ ഞങ്ങൾ എതിർത്തു. ആളുകൾക്ക് വീട് കൊടുക്കണം. ഇനി ലൈഫ് മിഷൻ നിങ്ങളുടെ വലിയ പ്രോജക്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്. 1,26,000 കുടുംബങ്ങൾക്ക് അടുത്ത ഗഡു കിട്ടാത്തതിന്റെ പേരിൽ മേൽക്കൂര ഇല്ലാത്ത വീട്ടിൽ ടാർപോളിൻ ഷീറ്റ് വിരിച്ചു കിടക്കുന്നത് നിങ്ങളുടെ പ്രയോറിറ്റി അവിടെ ഇല്ലല്ലോ. നിങ്ങൾ അതിലൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇനി വാട്ടർ അതോറിറ്റിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, വാട്ടർ അതോറിറ്റി വാട്ടർ ചാർജ് വർദ്ധിപ്പിക്കുന്നതല്ലാതെ പൈപ്പിലൂടെ വരുന്ന കാറ്റിന് പോലും കാശ് മേടിക്കുന്നതല്ലാതെ സാധാരണ മനുഷ്യർക്ക് നിത്യവും കൃത്യമായിട്ട് വെള്ളം കൊടുക്കാൻ വാട്ടർ അതോറിറ്റിക്ക് പറ്റുന്നുണ്ടോ? പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ ഒലിച്ചു പോകുന്നത് തടയാനുള്ള ശേഷി പോലും വാട്ടർ അതോറിറ്റിക്ക് ഇല്ല. പക്ഷേ മദ്യനിർമ്മാണ കമ്പനിക്ക് 5 കോടി ലിറ്റർ വെള്ളം കൊടുക്കാനുള്ള ഉറപ്പ് വാട്ടർ അതോറിറ്റി കൊടുക്കുക. അങ്ങനെ ഉറപ്പ് കൊടുക്കുമ്പോൾ അത് മദ്യനിർമ്മാണ കമ്പനിക്ക് അനുകൂലമായിട്ട് അഴിമതിയുടെ ഭാഗമായിട്ട് നടത്തുന്നതാണെന്ന് ഞങ്ങൾ പറയും. ഇനി അപ്പുറത്ത് താങ്കൾ പറഞ്ഞത് സ്പ്രിംഗ്ലർ ഡാറ്റ കച്ചവടത്തെക്കുറിച്ച്. സ്പ്രിംഗ്ലർ ഡാറ്റ കച്ചവടത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? പിന്നെ എന്തുകൊണ്ടാണ് U-turn അടിക്കേണ്ടി വന്നത്? ഇനി 2018 ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയം, ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നല്ലോ. അന്നേരം നിങ്ങൾ എന്താ U-turn എടുത്തത്? നിങ്ങളുടെ നയമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നടപ്പാക്കിയില്ല? എന്തുകൊണ്ട് ആർജവത്തോടെ നടപ്പാക്കാൻ പറ്റിയില്ല? അത് അഴിമതിക്ക് കോപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനുശേഷം അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടോ മുസ്തഫ? ആ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്? കാരണം കേരളം പോലെ ഒരു സംസ്ഥാനം, ഇത്രത്തോളം ജലക്ഷാമം നേരിടുന്ന ഒരു സംസ്ഥാനം, വരൾച്ച ബാധിത പ്രദേശമായിട്ടുള്ള ഒരു സംസ്ഥാനം ഇതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ലിറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മദ്യനിർമ്മാണ യൂണിറ്റുകൾക്ക്, പ്ലാന്റുകൾക്ക് പാരിസ്ഥിതികമായിട്ട് യോജിക്കുന്നതല്ല എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരും. അതുകൊണ്ട് ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ആ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്നുകൂടി പറയണം. ശരി, ശ്രീ മുസ്തഫ, ഒറ്റ ചോദ്യം. തമിഴ്നാടോ കർണാടകമോ തിരഞ്ഞെടുക്കാതെ കേരളത്തിൽ തന്നെ ഈ മദ്യം നിർമ്മിച്ചു കളയാം എന്നൊരു കമ്പനി തീരുമാനിക്കുന്നതിന് പിന്നിൽ എന്തോ ഒരു ലോജിക്ക് പ്രശ്നമുണ്ട്. കാരണം നമുക്ക് ആവശ്യമായ മദ്യം അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അത് കേരളത്തിൽ, അത് കോയമ്പത്തൂർ സ്ഥാപിച്ചാൽ പോരാ, അല്ലെങ്കിൽ മംഗലാപുരത്ത് സ്ഥാപിച്ചാൽ പോരാ, പാലക്കാട്, വെള്ളമില്ലാത്ത പാലക്കാട് തന്നെ സ്ഥാപിക്കണം. അവിടെ അവർക്ക് വെള്ളം ഉറപ്പാക്കും എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു കല്ലുകടിയുണ്ട് മുസ്തഫ. നിങ്ങൾ ഒന്ന് ആടിനെ പട്ടിയാക്കി എന്നിട്ട് അതിനെ പേപ്പട്ടിയാക്കി എന്നിട്ട് കല്ലെറിഞ്ഞ് കൊല്ലാം. ഈ കേരളത്തിൽ LDFന്റെ കാലത്ത് വ്യവസായവും വികസനവും ഒന്നും ഉണ്ടാകരുത്. ഇത് കേരളം LDF ഭരിച്ചപ്പോൾ ആകെ ശ്മശാന ഭൂമിയായി എന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞ ഈ 6-7 വർഷവും UDF നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് ഇപ്പോ ജിൻഡോ നടത്തിയിട്ടുള്ള ദീർഘമായ പ്രസംഗം. വേറെ അതിനപ്പുറത്ത് എന്താ ഉള്ളത്? ഇപ്പൊ അദ്ദേഹം സാജനെ കൂടിയെടുത്തിട്ടു. സാജനി ഓഡിറ്റോറിയം നിർമ്മിക്കാൻ വേണ്ടി ആന്തൂർ പഞ്ചായത്ത് ആദ്യം അദ്ദേഹം അപേക്ഷ കൊടുക്കുന്നു.
ആ അപേക്ഷ പരിഗണിച്ചിട്ട് അവർ പെർമിഷൻ കൊടുക്കുന്നു. എന്നാൽ അദ്ദേഹം കെട്ടി പൂർത്തിയാക്കി ഒക്യുപ്പൻസിക്ക് വരുമ്പോൾ നേരത്തെ അദ്ദേഹം കൊടുത്ത പ്ലാനിൽ നിന്ന് വ്യത്യസ്തമായി, മുനിസിപ്പാലിറ്റി അനുവദിച്ച പെർമിറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഡീവിയേഷൻ ഉണ്ടായിരിക്കുന്നു. ആ ഡീവിയേഷൻ ചൂണ്ടിക്കാണിച്ചു. അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് തന്നെയല്ലേ ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ലൈസൻസ് കൊടുത്തോ? ജിൻഡോ പറഞ്ഞു ലൈസൻസ് കൊടുത്തു എന്ന്. ലൈസൻസ് കൊടുത്തോ? ഇല്ല, പ്രാരംഭ അനുമതിയേ ആയിട്ടുള്ളൂ. പ്രിലിമിനറി സാങ്ഷൻ എന്ന് പറയുന്നത് ലൈസൻസിങ് ആണോ? ഇതറിയാത്ത ആളാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആടിനെ പട്ടിയാക്കുകയാണ്, എന്നിട്ട് ആ പട്ടിയെ പേപ്പട്ടി എന്ന് ആക്ഷേപിക്കുകയാണ്. ഇത് തന്നെയല്ലേ ഉണ്ടായത്. ഒരു കാര്യം ചോദിച്ചോട്ടെ. ചോദിക്കേ. അല്ല, VPP മുസ്തഫയോട് ഒരു ചോദ്യം. നിങ്ങൾ പ്രിലിമിനറി അനുമതിയെ കൊടുത്തിട്ടുള്ളൂ, മറ്റ് അനുമതി ലൈസൻസും കൊടുത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് MP രാജേഷ് എന്ന് പറഞ്ഞ എക്സൈസ് മന്ത്രി ഈ കമ്പനിക്ക് വെള്ള പൂശുന്ന നിലപാടിൽ ഇത്രയും വലിയ PR വർക്ക് നടത്തുന്നത്? നിഷ്പക്ഷനായിട്ടുള്ള ഒരു മന്ത്രിയാണെങ്കിൽ അവർ ലൈസൻസ് കൊണ്ടുവരട്ടെ, അതിനനുസരിച്ചിട്ട് അതിന് പകരം ഈ കമ്പനിയുടെ മേന്മ എന്തിനാ പറയുന്നത്? ശരി മുസ്തഫ. ഇദ്ദേഹം, ഞാനത് നേരത്തെ വിശദീകരിച്ചു. ഞാൻ അതാ പറഞ്ഞത്, ഈ കള്ളം ആവർത്തിച്ചിട്ട്, ഒരേ കാര്യം ആവർത്തിച്ചിട്ട് ഞാനെന്തോ വലിയ ഫാക്ട് പറയുന്നു എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് VD സതീശന്റെ ശൈലി. അതിന്റെ ശിക്ഷൺ എന്നുള്ള നിലയിൽ ജിൻഡോ അതെടുക്കുന്നു. ഞങ്ങൾ വേറെ വാഴ്ചപ്പാട്ടിനൊന്നും പോകുന്നില്ല. ഇവിടെ കാര്യം എന്താ, നിങ്ങൾ ഈ കമ്പനിയെ കുറിച്ചല്ലേ ആക്ഷേപിക്കുന്നത്? ഈ കമ്പനിക്ക് വേണ്ടി ഞങ്ങൾ എന്തോ വഴിവിട്ട് ചെയ്തു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ആ കമ്പനി സമർപ്പിച്ച DPR അതനുസരിച്ചിട്ട് ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ഇത് വിശദീകരിക്കുകയല്ലേ മന്ത്രി ചെയ്തത്? നിങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങൾക്ക് മന്ത്രി മറുപടി പറയുമ്പോൾ അതെങ്ങനെയാണ് PRO വർക്കാവുന്നത്? എങ്ങനെയാണ് ഈ കമ്പനിയെ സെലക്ട് ചെയ്യാൻ ഇടയായത്? എന്താണ് ആ കമ്പനി ഇപ്പോൾ നൽകിയിട്ടുള്ള DPR? ആ കാര്യങ്ങൾ വിശദീകരിക്കുകയല്ലേ ചെയ്യുന്നത്? അത് പറയണ്ടേ മന്ത്രി? നിങ്ങളിങ്ങനെ അസംബന്ധങ്ങൾ പറയുമ്പോൾ, കാര്യങ്ങൾ പഠിക്കാനുള്ള ശേഷിയില്ലാതെ കിട്ടുന്നതെന്തും LDFനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന അങ്ങേയറ്റത്തെ അന്ധമായ രാഷ്ട്രീയ തിമിരവുമായി നടക്കുമ്പോൾ നിങ്ങൾ ഇതല്ലേ AI ക്യാമറയിൽ പറഞ്ഞത്? ആ AI ക്യാമറയ്ക്ക് പോയിട്ട് തൊപ്പിയിട്ടയാണല്ലേ ജിൻഡോ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസുകാർ. ഈ 2 വർഷം കേരളത്തിൽ അപകട മരണം കുറഞ്ഞത് AI ക്യാമറ വന്നതിന് ശേഷമല്ലേ? അങ്ങനെ ഓരോ വിഷയങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. നിങ്ങൾ ലൈഫ് മിഷൻ ഈ പറഞ്ഞ തൃശ്ശൂരിലെ ഒരു ഫ്ലാറ്റ് ക്യാമറ വെച്ചതിന് ശേഷം അപകട മരണം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. AI ക്യാമറ ഇറങ്ങി തടയല്ലോ അപകടം. നിങ്ങൾ എന്താണ് പറയുന്നത്? ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അറിയാമല്ലോ. ബാറുകളല്ല, ഞങ്ങൾ സ്കൂളുകളാണ് തുറക്കുന്നത് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ 2016. ഇന്ന് അവിടെ നിന്ന് കടന്ന് സംസ്ഥാനത്ത് മദ്യനിർമ്മാണത്തിലേക്ക് നേരിട്ട് നീങ്ങുന്ന രീതിയിൽ മദ്യനയം മാറിയിട്ടുണ്ട്. ആ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലേ? അതിനപ്പുറം ഈ അഴിമതിയാണോ, ഏത് വിഷയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു ഫോക്കസ് ഇല്ലായ്മ പൊതുവേ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ ജിൻഡോ, ശ്രീ നവീൻ ജി, ശ്രീ VPP മുസ്തഫ ഇത്രയും സംസാരിച്ചതിന് ഇടപെടൽ.